യഹൂദന്മാർക്ക് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് സെമിറ്റിക് ജ്യൂസ് എന്ന് പറയപ്പെടുന്ന യാക്കോബിൻ്റെ സന്ധ്യ പരമ്പരയിൽപ്പെട്ട യഹൂദന്മാർ. രണ്ടാമത്തെ ബ്ലാക്ക് ജ്യൂസ് എന്ന് പറയപ്പെടുന്ന കറുത്ത യഹൂദന്മാർ. ശലോമോന് ഷേബാരാജ്ഞിയിലുണ്ടായ മെനലേഖൻ്റെ സന്ധ്യ പരമ്പരയാണെന്ന് അവകാശപ്പെടുന്ന എത്യോപ്യയിലെയും സോമാലിയയിലും താമസിക്കുന്ന യഹൂദന്മാർ. അവർ കറുത്ത നിറമുള്ളവരാണ്, ബ്ലാക്ക് ജ്യൂസ്. മൂന്നാമത്തെ വൈറ്റ് ജ്യൂസ് എന്ന് പറയുന്നതാണ്. കസാറുകൾ എന്നൊരു ജനവിഭാഗം ഉണ്ടായിരുന്നു സെൻട്രൽ ഏഷ്യയിൽ. അവർ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ അകന്ന ചാർച്ചക്കാരാണ്. അവർ ഇന്ദ്രനെയും മിത്രനെയും വരുണനെയും ആരാധിച്ചിരുന്നവരായിരുന്നു. ഈ കസാറുകൾ യഹൂദ മതത്തിൽ ചേർന്നു AD 1-ാം നൂറ്റാണ്ടിൽ. അവരുടെ സന്ധ്യ പരമ്പരയാണ് വൈറ്റ് ജ്യൂസ് എന്ന് പറയപ്പെടുന്നത്. അവരാണ് യുക്രൈനിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന യഹൂദന്മാർ. അപ്പോൾ സെമിറ്റിക് ജ്യൂസും വൈറ്റ് ജ്യൂസും ബ്ലാക്ക് ജ്യൂസും ഒരേ യാക്കോബിൻ്റെ മക്കളാണെന്ന് ഈ ടെലിവിഷനിലും പത്രത്തിലൊക്കെ പറഞ്ഞ് നിങ്ങൾ വിശ്വസിച്ച് കളയരുത്. യഹൂദന്മാർ 3 ഭാഗങ്ങളാണ്, 3 പാർട്സ്. ഇനി ഇസ്രായേൽ എന്ന രാഷ്ട്രം യഹൂദന്മാരുടെ രാഷ്ട്രമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇസ്രായേൽ ആകെ ഉള്ളത് 90 ലക്ഷം ജനങ്ങളാണ്. അതിൽ 50 ലക്ഷം യഹൂദന്മാരാണ്, 30 ലക്ഷം മുസ്ലിങ്ങളാണ്, 10 ലക്ഷം ക്രിസ്ത്യാനികളും മറ്റു വിഭാഗക്കാരുമാണ്. അപ്പോൾ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൽ തന്നെ 90 ലക്ഷത്തിൽ 50 ലക്ഷമേ ഉള്ളൂ യഹൂദന്മാർ. അവരുടെ നേരെ പകുതിയിൽ കൂടുതലുണ്ട് മുസ്ലിങ്ങൾ, പിന്നെ 10 ലക്ഷം ക്രിസ്ത്യാനികൾ മറ്റുള്ളവരുമാണ്. അപ്പോൾ എന്താണ് ഇസ്രായേൽ, എന്താണ് യഹൂദൻ എന്നുള്ളതിനെപ്പറ്റി വിദ്യാർത്ഥികളായി നിങ്ങൾ കറക്റ്റ് ഒരു പിക്ചർ എടുത്തിരിക്കണം. ഇനി എന്താണ് ഈ യുദ്ധത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അത് കൃത്യമായി മനസ്സിലാക്കണം. യഹൂദന്മാരുടെ ഉത്ഭവം നിങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടാവും. അബ്രഹാം എന്നൊരു ഗോത്രപിതാവ് സുമേരിയയിലെ ഊർ, കുവൈറ്റിൻ്റെയും സൗദി അറേബ്യയുടെയും ബോർഡറുള്ള ഊർ എന്നൊരു പട്ടണത്തിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം അവിടുന്ന് 3600 വർഷങ്ങൾക്ക് മുമ്പ് 1400 കിലോമീറ്റർ യാത്ര ചെയ്ത് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിനടുത്ത് പോയി താമസിച്ചു. ആ ഡമാസ്കസിൽ താമസിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സന്ധ്യ പരമ്പരകളും കൂടി നദി കടന്ന് ഇപ്പോഴത്തെ പാലസ്തീൻ എന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു. അപ്പോൾ നദി കടന്ന് വന്നവരെ കനാന്യർ വിളിച്ച പേരാണ് ഇബ്രൂകൾ. ഇബ്രൂകൾ എന്ന് പറഞ്ഞാൽ നദി കടന്ന് വന്നവൻ എന്നാണ് അർത്ഥം. അവിടെ നിന്നാണ് ഹീബ്രൂസ്, എബ്രായർ എന്ന വാക്കിൻ്റെ ഉത്ഭവം. അവിടെ കുറച്ചു കാലം താമസിച്ച് കഴിഞ്ഞപ്പോൾ അബ്രഹാം നേരെ ഈജിപ്തിലേക്ക് പോയി. ഇസ്രായേൽ മുഴുവൻ വരൾച്ചയൊക്കെ ഉള്ള ഭൂമിയാണ്, അതുകൊണ്ട് അവർ ഈജിപ്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ പോസാനിയോസ് എന്ന് പറയുന്ന ഒരു ഫറോ രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് പോയി താമസിച്ചു. അബ്രഹാമിൻ്റെ ഭാര്യ സാറായി സുന്ദരിയായിരുന്നുകൊണ്ട് അവളെ തൊട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ രാത്രിയിൽ മനസ്സിലായി ഇത് സഹോദരിയാണെന്ന് പറഞ്ഞത് ശരിയല്ല, ഭാര്യയാണെന്ന് മനസ്സിലായി. മറ്റൊരാളുടെ ഭാര്യയെ കൈവശം വെക്കാൻ ഈജിപ്ഷ്യൻ നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഫറോ രാജാവ് സാറായിയെ വിട്ടുകൊടുത്തു. അപ്പോൾ സാറായിയോട് അബ്രഹാം പറഞ്ഞു സഹോദരിയാണെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ അബ്രഹാമിൻ്റെ സഹോദരിയാണ് വാസ്തവത്തിൽ സാറ. കാര്യം അബ്രഹാമിൻ്റെ അച്ഛൻ തേറഹിന് 2ാം ഭാര്യയിൽ ജനിച്ച കുട്ടിയാണ് സാറ. ടെക്നിക്കൽ ഭാഷ പറഞ്ഞാൽ സഹോദരിയാണ്, എന്നാൽ ഭാര്യയുമാണ്. രണ്ടും ശരിയാണ്, കള്ളമല്ലത്. അങ്ങനെ ഫറോ രാജാവ് വിട്ടയച്ചപ്പോൾ ഭാര്യയോട് തെറ്റ് ചെയ്തുകൊണ്ട് കുറേയേറെ ആടുമാടുകളെയും കുറേ ദാസന്മാരെയൊക്കെ സ്വർണ്ണമൊക്കെ കൊടുത്തു വിട്ടു അബ്രഹാമിന്. അങ്ങനെയാണ് അബ്രഹാം ചരിത്രത്തിലെ അബ്രഹാമായി മാറുന്നത്. അബ്രഹാമിന് ആദ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നു, ഹാജിറ അല്ലെങ്കിൽ ഹഗാർ. അവൾ ഈജിപ്തിലെ ഒരു രാജവംശത്തിൽപ്പെട്ട സ്ത്രീയായിരുന്നു. യഹൂദന്മാർ ഈ മുസ്ലിങ്ങളുള്ള വിരോധം തീർക്കാൻ വേണ്ടി ഹാജിറ ദാസിയാണ്, വേലക്കാരിയാണെന്നൊക്കെയാണ് വേദോസ്തയിൽ എഴുതി വെച്ചിരിക്കുന്നത്. വിശ്വസിച്ച് കളയരുത്. ഈജിപ്തിലെ ഒരു പ്രഭു കുടുംബം അല്ലെങ്കിൽ റോയൽ ഫാമിലിയുടെ ഒരു ബ്രാഞ്ചിലാണ് ഹാജിറ ജനിച്ചത്. ഹാജിറയ്ക്ക് ആദ്യം ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടിയാണ് ഇഷ്മായേൽ. ഇഷ്മായേലിന് 12 വയസ്സായപ്പോഴാണ് അബ്രഹാമിന് സാറായിലൊരു കുട്ടി ജനിക്കുന്നത്, ഇസഹാക്ക്. ആ ഇസഹാക്ക് കുട്ടി ഉണ്ടായപ്പം മൂത്ത മോനെ കൊല്ലാനൊരു ഐഡിയ വന്നു അബ്രഹാമിനും സാറായിക്കും. അത് വേദോസ്തവത്തിൽ പറയുന്നുണ്ട്, ഇസഹാക്കിനെയാണ് മോറിയാമലയിൽ കൊല്ലാൻ കൊണ്ടുപോയെന്ന്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നു ഇഷ്മായേലിനെയാണ് കൊണ്ടുപോയെന്ന്. ചരിത്രപരമായും ന്യായമായും ഖുർആൻ പറയുന്നതാണ് ശരി. ഇഷ്ടഭാര്യ ഒരു കുട്ടി ജനിച്ചപ്പോൾ മറ്റവനെ കൊല്ലാൻ വേണ്ടിയാണ് ഈ കൊല്ലാൻ കൊണ്ടുപോയത്. പക്ഷെ അള്ളാഹു ഇടപെട്ടു, ഇഷ്മായേലിനെ രക്ഷിച്ചു. അദ്ദേഹത്തെ പിൽക്കാലത്ത് മരുഭൂമിയിലേക്ക് ഓടിച്ചു. 200 കിലോമീറ്റർ മരുഭൂമിയിലിട്ട് അവനെ അമ്മയും കൂടെ പറഞ്ഞു വിട്ടു. നാച്ചുറലി ചത്തു, മരുഭൂമി കിടന്ന് ചത്തോളും. അണ്ണായിരം ഡെഡ് ബോഡി രണ്ടുപേരും പൊക്കോളും. പക്ഷെ അവരുടെ കഷ്ടപ്പാട് കണ്ട് ഈശ്വരൻ ഇടപെട്ടിട്ട് ഇന്ന് മെക്കയിൽ നമ്മൾ പോകുമ്പോൾ കാണുന്ന സൽ സബീൽ എന്ന ഒരിക്കലും പറ്റാത്ത വെള്ളമുള്ള കിണറും വെള്ളമൊക്കെ കൊടുത്ത് അവരെ രക്ഷിച്ചു. അങ്ങനെ ഇഷ്മായേലിൻ്റെ സന്തതി പരമ്പരയാണ് നമ്മൾ അറബികൾ എന്ന് വിളിക്കുന്നത്. അന്ന് ഇഷ്മായേൽ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് 65 കോടിയുള്ള അറബികളും ഇസ്ലാമും ഒന്നും ഈ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ചേട്ടനെ കൊല്ലാനുള്ള പരിപാടി ആദ്യം ഒപ്പിച്ചു. അത് കഴിഞ്ഞ് അബ്രഹാം കേത്തുറ എന്നൊരു സ്ത്രീയെ കയറി കല്യാണം കഴിച്ചു. അവളിൽ 6 മക്കളുണ്ടായി. അതിലെ മൂത്ത മോനാണ് മിദിയാൻ. ആ മിദിയാനെയും കേത്തുറായും കൊല്ലാൻ വേണ്ടി വീണ്ടും സാറായും ഇസഹാക്കും ശ്രമിച്ചു. ആ കേത്തുറായ മരുഭൂമി പറഞ്ഞു വിട്ട് സീനായി മരുഭൂമിയിൽ താമസിച്ചു. ആ കേത്തുറായ്ക്ക് മിദിയാനിലൂടെ ഉണ്ടായ സന്തതി പരമ്പരയാണ് മിദിയാന്യർ. ആ മിദിയാന്റെ വംശത്തിൽപ്പെട്ടതാണ് മോശ വിവാഹം കഴിച്ച സിപ്പോറ എന്ന സ്ത്രീ. അപ്പോൾ അവിടെ വെച്ച് തന്നെ 2 സഹോദരങ്ങളെ കൊല്ലാൻ, അറബികളെ കൊല്ലാൻ യഹൂദന്മാരുടെ പൂർവികൻ പണിയൊപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞെന്ത് പറ്റി, യാക്കോബ് ജനിച്ചു, യഹൂദന്മാരുടെ പൂർവികൻ. യാക്കോബ് ജനിച്ചു കഴിഞ്ഞപ്പോൾ അവൻ 2 പണി പറ്റിച്ച് ചെറുപ്പമായിരുന്ന കാലത്തെ. ഒന്ന്, ഒരു പായസം കൊടുത്ത്, വിശന്ന് വന്ന ചേട്ടൻ ഒരു പായസം കൊടുത്തിട്ട് ജ്യേഷ്ഠാവകാശം മുഴുവൻ യാക്കോബ് വാങ്ങിച്ച്.
അത് കഴിഞ്ഞ് അപ്പൻ്റെ അനുഗ്രഹം വായിക്കണം. അപ്പന് കാഴ്ച ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ യേശാവിന് നല്ല രോമഭൂമങ്ങളാണ്. ഇയാളാണെങ്കിൽ വലിയ രോമമൊന്നും ഇല്ലാത്ത ആളെ. അയാൾ ഒരു ആടിനെ കൊന്ന് അതിൻ്റെ ഉടുപ്പൊക്കെ തരിച്ച് തന്ത തപ്പി നോക്കിയപ്പം യേശാവാണെന്ന് വിചാരിച്ച് അനുഗ്രഹം അടിച്ച് മാറ്റി. ഈ രണ്ട് പാതകം ചെയ്ത ആളാണ് യാക്കോബ്. അയാളുടെ സന്ധിപരമ്പരയാണ് യഹൂദന്മാർ. ഇത് ചരിത്രമാണ് ഞാൻ പറയുന്നത്, വേദപുസ്തകത്തിലെ ചരിത്രം. അത് പോട്ടെ, പഴയ ചരിത്രം. അത് കഴിഞ്ഞ് അബ്രഹാമും സന്ധി പരമ്പരയും അങ്ങനെ താമസിക്കുമ്പോഴാണ് ജോസഫിൻ്റെ ചരിത്രം വരുന്നത്. ജോസഫിനെ ഈജിപ്തിൽ കൊണ്ടുവന്ന് ഈജിപ്തിൽ അവരെ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു. പ്രധാനമന്ത്രി സ്ഥാനം വരെ ഉയർന്നു. അങ്ങനെ അവിടെ അവർ അധികാരവർഗത്തിൻ്റെ ഭാഗമായി ഇരിക്കുമ്പോഴാണ് ഹിസ്കോസിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. ഹിസ്കോസ് ഏഷ്യാറ്റിക് പീപ്പിളാണ്. ഹിസ്കോസിൻ്റെ ആക്രമണം വന്നപ്പോൾ ഹിസ്കോസുമായിട്ട് ഒത്തുചേർന്ന് ജോസഫ് പ്രവർത്തിച്ചു. യോസെ എന്ന യഹൂദന്മാരും ജോസഫ് എന്ന ക്രിസ്ത്യാനികളും യൂസുഫ് എന്ന് മുസ്ലിങ്ങളും വിളിക്കുന്ന ഒരേ ആളിനെയാണ്. അപ്പോൾ ഹിസ്കോസ് വന്നപ്പോൾ ഈ യഹൂദന്മാർ ഹിസ്കോസിനെ ചൈഡിയായിരുന്നു. അവരെ വാറും ചോരും കൊടുത്ത് ഭൂമി കൊടുത്ത് പ്രധാനമന്ത്രിയാക്കിയ ഫറോ രാജാക്കന്മാർക്കിട്ട് ആപ്പ് വെച്ചവന്മാർ. അങ്ങനെ ആപ്പ് വെച്ചപ്പം അവിടെ ഭരണത്തിൽ കയറി. പക്ഷേ 110 വർഷത്തെ ഭരണത്തിന് ശേഷം ആമോസ് എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര നായകൻ ഈജിപ്തിന് സ്വാതന്ത്ര്യം വാങ്ങിച്ച ഹിസ്കോസിനെ ഓടിച്ചപ്പം യഹൂദന്മാരെ പീഡിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പീഡിപ്പിച്ച കാലത്താണ് അവർ ഗോഷൻ എന്ന പട്ടണത്തിൽ വന്ന് താമസിക്കാനിടയായത്. ആ ഗോഷനിൽ താമസിക്കുമ്പോഴാണ് മോശയെ ആൺകുട്ടികളെ കൊല്ലാൻ നിയമം ഉണ്ടായതുകൊണ്ട് അതിൽ രക്ഷിക്കാൻ വേണ്ടി മോശയെ ആറ്റിൽ ഒഴുക്കി വിട്ടപ്പം എടുത്ത് വളർത്തിയത് ലോകത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയും ചരിത്രം പറയുന്ന ഹാഷപ്പുട്ട് എന്ന് പറയുന്ന രാജകുമാരി മോശയെ എടുത്ത് വളർത്തി. പക്ഷേ ഈ ഹാഷപ്പുട്ടിന് ആൺമക്കളുണ്ടായില്ല, ഒരു മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മോളെ കൊണ്ട് ഹാഷപ്പുട്ട് തൻ്റെ ഭർത്താവിൻ്റെ സ്റ്റെപ്പ് വൈഫിലുണ്ടായ ഒരു കുട്ടിയുണ്ടായിരുന്നു, തൂത്മോസസ് മൂന്നാമൻ. അവനെ രാജാവാക്കാനായിട്ടുള്ള ശ്രമം തടയാൻ ശ്രമിച്ചു. അപ്പോൾ ഹാഷപ്പുട്ടിൻ്റെ സൈഡ് ചേർന്ന് ഈജിപ്തിലെ രാജവംശത്തിനെതിരെ മോശ സമരം ചെയ്തു. അതിൻ്റെ പരിണിത ഫലമാണ് മോശ പാലായനം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്. അവിടെ വെച്ച് കേത്തുറായുടെ മകൻ മിദിയാൻ്റെ സന്ധി വരപ്പെട്ട സിപ്പോറ വിവാഹം കഴിച്ച് അങ്ങനെ മോശ 40 കൊല്ലം മരുഭൂമിയിൽ അലഞ്ഞിരിഞ്ഞ് നടന്നിട്ട് പാലസ്തീന നാട്ടിൽ എത്തിച്ചേരുകയാണ്. പക്ഷെ മോശയ്ക്ക് പാലസ്തീനെ കാണാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന ജോഷുവ, അദ്ദേഹമാണ് യേശുവ എന്ന മുസ്ലിങ്ങളും ജോഷുവ എന്ന ക്രിസ്ത്യാനികളൊക്കെ വിളിക്കുന്ന ജോഷുവ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പാലസ്തീൻ പിടിച്ചടക്കുന്നത്. പാലസ്തീനിൽ വന്ന യഹൂദന്മാർ അന്ന് ചെയ്തത് കാണിക്കാൻ പറ്റാത്ത തെറ്റുകളായിരുന്നു. ഹായി കോട്ട കത്തിച്ചു, 8000 കൊല്ലം മനുഷ്യനാമം ജെറീക്കോ നശിപ്പിച്ച്, അസ്കലോൺ നശിപ്പിച്ച്, ഗാസ നശിപ്പിച്ച് ഭയങ്കരമായ അക്രമങ്ങളാണ്. വേദപുസ്തകത്തിൽ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ യഹൂദന്മാർ എഴുതി വെച്ചിട്ടുണ്ട്, പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മൃഗജാലങ്ങളെയും വെട്ടി ഞുറുക്കി കത്തിച്ചോണമെന്നാണ്. ഒറ്റയാളിനെ വിടാതെ. കൊടും ക്രൂരതയാണ്. ഒരു ശത്രു ജനതയുടെ 1000 കൊല്ലം സുഖമായിട്ട് അവിടെ താമസിക്കുന്ന കനാന്യരുടെ മണ്ടയ്ക്കാണ് ഈ ആക്രമണം. ഈജിപ്തുകാർ പിണങ്ങിയപ്പോൾ മോശ ഈജിപ്തിൽ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടാവും. എല്ലാം ദൈവം ചെയ്തതെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പക്ഷേ മോശ ഈജിപ്തിൽ ചെയ്തത് ശുദ്ധ ടെററിസമാണ്. നൈൽ നദി വിഷം കലക്കുക, ലോക്കസ്റ്റുകളെ അഴിച്ചിറക്കി വിടുക, ആൺമക്കളെ കൊല്ലുക, ഫറോ രാജാവിൻ്റെയും അവിടുത്തെ രാജാക്കന്മാരുടെയൊക്കെ ആൺമക്കളെ കയറി വെട്ടിക്കൊല്ലുക. ഇതെല്ലാം ടെററിസ്. ഇപ്പോഴത്തെ പക്ഷേ ടെററിസാണ് മോശ കാണിക്കുന്നത്. ക്രിസ്ത്യാനി എനിക്ക് പറയാൻ നാണക്കേടുണ്ട്, മുസ്ലിങ്ങൾ കേട്ട ദേഷ്യം വരും, അത് വേറെ കാര്യം. നിങ്ങൾ സത്യം പറയാതിരിക്കാൻ പറ്റില്ല. ടെററിസം കാണിച്ച് പാലസ്തീൻ പിടിച്ചെടുത്തു. 300 വർഷം കഴിഞ്ഞപ്പോഴാണ് ദാവീദ് രാജാവ് അവിടെ വരുന്നത്. ദാവീദ് രാജാവ് തൻ്റെ ഭാര്യ മൈക്കാളിൻ്റെ അപ്പനെതിരെ സമരം ചെയ്യാണ്. ഫിലിസ്റ്റൈൻസിനെതിരെ സൈഡ് ചേർന്നിട്ട് തൻ്റെ അമ്മായിപ്പനെ കൊല്ലാൻ ദാവീദ് രാജാവ് ശ്രമിച്ചു. പക്ഷേ ഫിലിസ്റ്റൈൻസിന് സംശയവും കൂറുമാറും, അങ്ങനെ ദാവീദിനെ ചേർത്തില്ല. പിന്നീട് വന്ന യുദ്ധത്തിൽ ശൗലും ആൺമക്കളും കൊല്ലപ്പെട്ടു. അങ്ങനെ മരുമോനായ ദാവീദ് രാജാവായി. അപ്പോൾ ദാവീദ് രാജാവായപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, മോവാബ്യരും അമ്മോന്യർക്കെതിരെ യഹൂദന്മാർക്ക് ഭയങ്കര വൈരാഗ്യമാണ്. അവരെ കൊന്നൊടുക്കുന്ന യുദ്ധങ്ങൾ വേദപുസ്തകം നമ്മൾ വായിക്കുകയാണ്. എന്നിട്ട് ഈ മോവാബ്യരെ അമ്മോന്യരെയും കളിയാക്കാൻ വേണ്ടി വേദപുസ്തകത്തിൽ ശുദ്ധ ഒരു കള്ള എഴുതിച്ചേർത്തു. ലോത്ത് സ്വന്തം പെൺമക്കളുമായി ലൈംഗിക വീഴ്ച ഉണ്ടായവന്മാരാണ് ഈ മോവാബും അമ്മോന്യരും എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. അവരുടെ പുസ്തകത്തിൽ അവരെ ന്യായീകരിക്കാൻ വേണ്ടി അങ്ങനെ അസത്യമാണ്. ലോത്തിന് ഭാര്യയിലുണ്ടായ 2 മക്കളാണ് ഈ അമ്മോന്യരും മോവാബ്യരും. അവസാനം ഈ അമ്മോന്യരുടെ വംശത്തിൽ നിന്നാണ് യഹൂദന്മാർക്ക് പ്രധാനപ്പെട്ട ഒരു നേതാവ് ഉണ്ടായത്. അവര് പെൺമക്കൾക്കുണ്ടായ മക്കളാണെന്ന് ആക്ഷേപിച്ച മോവാബ്, ആ മോവാബിൻ്റെ വംശത്തിൽ നിന്നാണ് റൂത്ത് ജെറുസലേമിൽ വന്ന് കല്യാണം കഴിക്കുന്നതും വിധവയായ അവൾ കല്യാണം കഴിക്കുന്നതും. അവളുടെ കൊച്ചുമോൻ്റെ മോനാണ് ദാവീദ് രാജാവ്. യഹൂദന്മാർ കളിയാക്കിയ മോവാബിൻ്റെ സന്ധി പരമ്പരപ്പെട്ട ആളാണ് റൂത്ത്. ജെറുസലേം പിടിച്ചടക്കാൻ പോയപ്പോൾ അവരുടെ കൂടെ ജെറുസലേമിൽ നിന്ന് കനാന്യ വംശത്തിൽപ്പെട്ട ഒരു വേശ്യ സ്ത്രീ കൂട്ടുനിന്നു, റാഹാബ്. അവളെ കൊണ്ടുവന്ന് കല്യാണം കഴിച്ചിട്ട് ആ സന്ധി പരമ്പരയിലാണ് യേശുക്രിസ്തു ഉണ്ടായെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വേദപുസ്തകത്തിൽ ഖുറാനിലുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ കനാന്യ രക്തവും യേശുക്രിസ്തുവിൽ വന്നു. മോവാബിൻ്റെ രക്തം ദാവീദിലൂടെ യേശുക്രിസ്തുവിൽ വന്നു. അങ്ങനെ ദാവീദ് രാജാവ് കല്യാണം കഴിച്ചപ്പോൾ 10 ഭാര്യമാരുണ്ടായ സമയത്താണ് 11ാമത്തെ ഭാര്യ വിവാഹം കഴിക്കുന്നത്. അതാണ് ബാത്ഷേബ. ഈ ബാത്ഷേബ എന്ന് പറയുന്ന സ്ത്രീ യഹൂദ സ്ത്രീ അല്ല.
ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ അകന്ന ചർച്ചക്കാരിയായിരുന്നു ഈ ബാത്ഷേബ. അവളൊരു ഹിറ്റൈറ്റുകാരിയായിരുന്നു. ഊരിയാവ് എന്ന ഹിറ്റൈറ്റിൻ്റെ 1ാം ഭാര്യയായിരുന്നു. ഊരിയാവിനെ കൊല്ലിച്ച ശേഷമാണ് ബാത്ഷേബയെ കയ്യിലെടുക്കുന്നത്. ഹിറ്റൈറ്റുകൾ ആരാധിച്ച ദേവന്മാർ ഇന്ദ്രൻ, വിത്രൻ, വരണൻ ഋഗ്വേദത്തിലെ ദേവന്മാരാണ്. ആ ദേവന്മാരെ ആരാധിച്ചുകൊണ്ടിരുന്ന ജനവിഭാഗത്തിലെ ഒരു ഡിസ്റ്റന്റ് ഹിന്ദുവിനെയാണ് ദാവീദ് കല്യാണം കഴിക്കുന്നത്. ആ ഹിന്ദു സ്ത്രീയിലുണ്ടായതാണ് മകനായ സോളമൻ. ശലോമോൻ എന്ന യഹൂദന്മാരും സോളമൻ എന്ന ക്രിസ്ത്യാനികളും സുലൈമാൻ എന്ന മുസ്ലിങ്ങളും വിളിക്കുന്ന പ്രവാചകൻ. അപ്പോൾ ശലോമോൻ പകുതി ഹിന്ദുവാണ്, പകുതി ജൂതനാണ്. ഈ ശലോമോൻ 600 ഭാര്യമാരും 330 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. ഇയാൾ എങ്ങനെയാണ് ഈ ജ്ഞാനിയായെന്ന് എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. 600 ഭാര്യമാരെ 300 വെപ്പാട്ടിയും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. അതുപോട്ടെ, ശലോമോൻ രാജാവാണ് ജെറുസലേം ദേവാലയം പണിയുന്നത്. ഞാൻ സത്യം പറയുന്നത് ആർക്കും എന്നോട് ദേഷ്യം വരരുത്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, വേദോസത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ചരിത്രം പറയുമ്പോൾ സത്യം പറയണമല്ലോ. ജെറുസലേം ദേവാലയം പണിയാൻ നേരം ശലോമോൻ രാജാവ് ആശ്രയിച്ചത് നമ്മുടെ പൂർവികരായ കേരളത്തിൽ താമസിക്കുന്ന പൂർവികരെയാണ്. ഇവിടുന്നാണ് സാധനങ്ങൾ കൊണ്ടുപോയി ജെറുസലേം ദേവാലയം പണിഞ്ഞത്. തമിഴ് ഭാഷയിലെയും സംസ്കൃത ഭാഷയിലെയും 12 വാക്കുകൾ വേദപുസ്തകത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. ജെറുസലേം ദേവാലയത്തിന് മദ്ബഹ അലങ്കരിക്കാൻ വേണ്ടി മയിൽപ്പീലി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ തർസിസ് കപ്പലുകൾ, തർസിസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കപ്പലോട്ടക്കാരാണ് തുർവശരുടെ കപ്പലാണ്. ആ കപ്പലിൽ മയിൽപ്പീലി കൊണ്ടുവന്നു. ആ മയിൽപ്പീലിയെ വേദപുസ്തകത്തിൽ വിളിച്ചിരിക്കുന്ന പേര് തൂക്കി എന്നാണ്. ഈ തൂക്കി എന്ന് പറയുന്നത് തമിഴ് ഭാഷയിൽ ആൺമയിലിനെ വിളിക്കുന്ന പേരാണ് തോകൈ. ആ തോകൈ എന്ന വാക്കാണ് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന തൂക്കി. മയിൽപ്പീലിയുടെ വാക്ക് തമിഴിൽ നിന്നാണ് വേദപുസ്തകത്തിൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഹോളി ഓഫ് ഹോളീസിൽ മേശ അലങ്കരിക്കാൻ വേണ്ടി ആനക്കൊമ്പ് കൊണ്ടുവന്നു. ആനക്കൊമ്പിനെ വേദപുസ്തകത്തിൽ വിളിച്ചിരിക്കുന്ന പേരാണ് സുറിയാൻ ഭാഷയിൽ കാളഫ്. ഈ കാളഫ് എന്ന് പറയുന്നത് സംസ്കൃതമാണ്. ഇന്ത്യയിൽ നിന്നാണ് ആനക്കൊമ്പ് കൊണ്ടുപോയത്. സംസ്കൃതത്തിൽ ആനയുടെ പേരാണ് കളഭം. ആ കളഭമാണ് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കാളഫ്. അത് അവിടുന്ന് ഗ്രീസി പോയപ്പോൾ ഏലഫായി. അവിടുന്ന് ഇംഗ്ലീഷ് വന്നപ്പോൾ ഏലഫാൻഡം, വലിയ ഏലഫ്, അതാണ് എലിഫന്റ് എന്ന് രൂപാന്തരപ്പെടുന്നത്. സംഗതി സംസ്കൃതമാണ്, കളഫമാണ്. ശലോമോന് ഈ തർശീസ് കപ്പലുകൾ ഒരു മൃഗത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് വലിയ ആകർഷണം തോന്നി. അദ്ദേഹം പറഞ്ഞ ആ മൃഗത്തെ ഒന്ന് കൊണ്ടുവന്നു, എനിക്കൊന്ന് കാണാൻ. തർശീസ് കപ്പലുകൾ ആ മൃഗത്തെ കൊണ്ടുവന്നു. ആ മൃഗം ഒരു കുരങ്ങനായിരുന്നു. ആ കുരങ്ങനെ വേദോസ്തത്തിൽ വിളിച്ചിരുന്ന വാക്കാണ് കഫി, KAPHI. ഇത് സംസ്കൃതത്തിൽ കുരങ്ങന്റെ പേരാണ് കപ്പി. അതാണ് ഹനുമാനെ നമ്മൾ കബീന്ദ്രൻ എന്ന് വിളിക്കുന്നത്. ആ കുരങ്ങൻ നമ്മുടെ നാട്ടിൽ നിന്ന് പോയതാണ്, ഇന്ത്യക്കാരനാണ് ആ കുരങ്ങൻ. ആ കുരങ്ങനെയാണ് ശലോമോൻ കാണുന്നത്. ഇങ്ങനെ ജെറുസലേം ദേവാലയം പണിയാൻ വേണ്ടി 12 സാധനം നമ്മുടെ അപ്പന്മാർ കേരളത്തിൽ നിന്ന് കൊടുത്തയച്ചാണ് ജെറുസലേം ദേവാലയം പണിയാൻ. ആ 12 വാക്കും വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ തമിഴാണ് അല്ലെങ്കിൽ സംസ്കൃതമാണ്. അങ്ങനെ ജെറുസലേം ദേവാലയം പണിഞ്ഞ് ശലോമോൻ ഇങ്ങനെ വാഴുന്ന സമയത്താണ് അദ്ദേഹത്തിന് മക്കൾ തമ്മിൽ അടിയായി. ജെറുസലേം ഇസ്രായേൽ 2ആയി പിളർന്നു. നോർത്ത് ആൻഡ് സൗത്ത്, ജൂദിയ ഇൻ ദ സൗത്ത്, ഗലീലിയ ആൻഡ് സമറിയ ഇൻ ദ നോർത്ത്. ഇവർ തമ്മിൽ അടിക്കുന്ന സമയത്താണ് 300 വർഷത്തിന് ശേഷം ബാബിലോണിയക്കാർ വന്ന് ഇസ്രായേലിനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. യഹൂദന്മാർ അന്ന് ബാബിലോണിന്റെ സൈഡിൽ നിന്ന് ആദ്യം, എന്നിട്ട് അവരെ കാലുവാരി ഈജിപ്തിന്റെ സൈഡിൽ നിന്നു. യുദ്ധം വന്ന സമയത്ത് യഹൂദന്മാർ ഈജിപ്തിന്റെ സൈഡിൽ നിന്നു. ബാബിലോൺ രാജാവിന് ദേഷ്യം വന്നു. അവരെന്തെന്നറിയാമോ? BC 706 സെനാക്രീബിന്റെ നേതൃത്വത്തിൽ വലിയ ആക്രമണം ഉണ്ടാക്കി നോർത്തേൺ ഇസ്രായേൽ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി. ഗലീലിയും സമറിയയിലെ ജനങ്ങളെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ പിടിച്ചുകൊണ്ടുപോയി അവിടുത്തെ സ്ത്രീകളുമായി, യഹൂദ സ്ത്രീകൾ കാണാനുള്ള സുന്ദരികളായതുകൊണ്ട് ബാബിലോണിയക്കാർ കല്യാണം കഴിച്ചു. അങ്ങനെ ആ കല്യാണം കഴിച്ച ജനത്തെ മുഴുവൻ യഹൂദന്മാർ പുറത്താക്കി. ലോസ്റ്റ് 10 ട്രൈബ്സിനെ മുഴുവൻ പുറത്താക്കി. എന്നാൽ സദേൺ ജൂദിയ 706 പിടിക്കപ്പെട്ടില്ല. 706 കഴിഞ്ഞ് ഒരു 110 വർഷം കഴിഞ്ഞപ്പോൾ BC 597 നെബൂഖദ്നേസർ എന്നൊരു ഭരണാധികാരി അദ്ദേഹം വന്നിട്ട് ഇസ്രായേലിന്റെ സൗത്ത് പിടിച്ചെടുക്കുകയാണ്. അവിടെ ഒരു ചതിയുടെ കഥയുണ്ട്, ആ ചതിയുടെ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ നെബൂഖദ്നേസർ വന്നിട്ട് പാലസ്തീനിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടി. ആ പെണ്ണിനെ കെട്ടിക്കൊണ്ടുപോയി. അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഹാങ്ങിങ് ഗാർഡൻസ് ഓഫ് ബാബിലോൺ എന്ന വിശ്വപ്രസിദ്ധമായ അത്ഭുതം നെബൂഖദ്നേസർ പണിഞ്ഞുണ്ടാക്കി. ഹാങ്ങിങ് ഗാർഡൻസ് ഓഫ് ബാബിലോൺ. ദൂരെ ഒന്ന് നോക്കിയാൽ ആകാശം തൂങ്ങി നിൽക്കുന്ന പോലെ തോന്നുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ നെബൂഖദ്നേസറിനെ ആദ്യ യഹൂദന്മാരും സൈഡ് ചെയ്തിട്ട് ചതിച്ചു. നെബൂഖദ്നേസർ BC 598 വന്ന് ജെറുസലേം അടിച്ച് തകർത്ത് യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തു. ഭയങ്കര ഒരു കൂട്ടക്കൊല കലാശിച്ചു. അത് കഴിഞ്ഞ ഒരു 55-60 വർഷം കഴിഞ്ഞപ്പോൾ പേർഷ്യയിലെ സൈറസ് ചക്രവർത്തി ജെറുസലേമും ഇതൊക്കെ പിടിച്ചെടുത്തു. അദ്ദേഹം പിടിച്ചെടുത്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു ജനവിഭാഗത്തെ കണ്ടിട്ട് അവർ നോർമൽ ബാബിലോണിയൻസ് അല്ല. സൈറസ് ചക്രവർത്തി ചോദിച്ചത്, നിങ്ങൾ ആരാ? അവരോട് ഞങ്ങൾ യഹൂദന്മാരാണ്, ഞങ്ങളെ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ട് വന്നത്. ഓ അത് ശരി, എന്നാൽ നിങ്ങളെ ഞാൻ സ്വന്തമാക്കാണ്, നിങ്ങൾ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ സെരൂബാബേലിന്റെ നേതൃത്വത്തിൽ BC 539 യഹൂദന്മാർ തിരിച്ച് ജെറുസലേമിലെത്തി. ഈ ബാബിലോണിലെ അധിനിവേശ കാലത്ത് ബാബിലോൺകാരെ അവരെ സഹായിച്ചു. ആദ്യം എതിർത്തു, ദാനിയേലിനെയൊക്കെ പിടിച്ച് തീയിലിട്ടു. അത് കഴിഞ്ഞ് ദാനിയേലിനെ മോചിപ്പിച്ചു. അങ്ങനെ ഒരു കാലഘട്ടമുണ്ട്, ബാബിലോണിനെ ചതിച്ചൊരു കാലഘട്ടം. അവിടെ ബാബിലോൺകാർ ഒരു കൂട്ടക്കൊലപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? പേർഷ്യക്കാർ വന്നിട്ട് ഇവരെ വിട്ടയച്ചു. സെരുബാബേലിന്റെ നേതൃത്വത്തിൽ തിരിച്ചു വന്നു. ശലോമോൻ പണിത ദേവാലയം ഒരു പുതുക്കി പണിതു. ദാറ്റ് ഈസ് സെക്കൻഡ് ടെമ്പിൾ ഓഫ് ജെറുസലേം. 2ാമത്തെ ടെമ്പിൾ പണിതു വരുത്തി. 2ാമത്തെ ടെമ്പിൾ പണിതു വരുത്തി കഴിഞ്ഞ 529 BC 529 ഉദ്ഘാടനം ചെയ്തു. യഹൂദന്മാർ പേർഷ്യയിൽ വലിയ ആളുകളായി മാറി.
ഒരു യഹൂദ സ്ത്രീയായ എസ്തറിനെ സൈറസ് ചക്രവർത്തിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് സണ്ണായ അർട്ടാസക്സസ് കല്യാണം കഴിച്ചു. വേദോസത്തിൽ അഹേസുരുസ് എന്ന് പറയുന്ന അർട്ടാസക്സസ് ആണ്. ഇവരെല്ലാം ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ചർച്ചക്കാരാണ്. സൈറസ് എന്ന് പറഞ്ഞാൽ സരസ എന്ന സംസ്കൃത വാക്കാണ് സൈറസ് ആയത് ഗ്രീസിൽ. സർക്സസ് എന്ന് പറഞ്ഞാൽ സഹർഷൻ എന്ന സംസ്കൃത വാക്കാണ്. ഹിന്ദുവാണ് അയാൾ. സഹർഷനാണ് സർക്സസ് ആയത്. അർത്ഥസഹർഷനാണ് അർട്ടാസക്സസ് എന്നായി മാറുന്നത്. എല്ലാം ഇന്ത്യൻ വാക്കുകളാണ്, ഈ പേർഷ്യൻ രാജാക്കന്മാരുടെ വാക്കുകൾ. അങ്ങനെ അർട്ടാസക്സസിന്റെ ഭാര്യയായി എസ്തർ വന്നു. എന്നിട്ട് ഇവൻ എസ്തറും യഹൂദന്മാർ ചെയ്തതെന്നറിയാമോ? പേർഷ്യക്കാർക്ക് ടാപ്പ് വെച്ചു. അവരുടെ പ്രധാനമന്ത്രി ഹാമാനെ തൂക്കിക്കൊന്നു. ഭയങ്കര വേളം. പക്ഷേ 100 കൊല്ലം കഴിഞ്ഞപ്പോൾ പേർഷ്യക്കാർ കാര്യം മനസ്സിലായി. ഇവന്മാരെ ചതിക്കൊന്നു. പേർഷ്യക്കാർ എന്നറിയാമോ? ഇവന്മാരെ അടിച്ച് നിരത്തി ഒരു കൂട്ടക്കൊല നടത്തി. ഈ കൂട്ടക്കൊല കൊണ്ട് കഴിയുന്ന സമയത്താണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, എൻ്റെ നാമധാരിയായ അലക്സാണ്ടർ ദ ഗ്രേറ്റ്. ചെറുപ്പത്തിൽ ഈ അലക്സാണ്ടർ എന്ന പേര് എനിക്ക് വലിയ അഭിമാനമായിരുന്നു കേട്ടോ. അവൻ്റെ പേര് എനിക്ക് കിട്ടിയല്ലോ. അലക്സാണ്ടർ ചരിത്രമെല്ലാം കേട്ടപ്പോഴാണ് മനസ്സിലായി, എൻ്റെ ഇതുപോലൊരു റാസ്കലിൻ്റെ പേര് എനിക്ക് കിട്ടിപ്പോയല്ലോ, ഇത്രയും കൂട്ടക്കൊല ഒരു റാസ്കലിൻ്റെ പേര് എനിക്ക് കിട്ടിപ്പോയല്ലോ. ഞാൻ സങ്കടപ്പെട്ടു. ഇനി പേര് മാറ്റുന്നതാണ് തീരുമാനിച്ചു. അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി വന്നപ്പോൾ എന്നറിയാമോ? പേർഷ്യക്കാർക്ക് ഇത്രയും ഗുണം ചെയ്ത യഹൂദന്മാർ പേർഷ്യക്കാർക്ക് ടാപ്പ് വെച്ചിട്ട് ഗ്രീക്കുകാരുടെ കൂടെ ചേർന്നു. ഗ്രീക്കുകാരുടെ കൂടെ ചേർന്ന് 100 കൊല്ലം അവിടെ പ്രവർത്തിച്ചപ്പോഴാണ് BC 166 ആയപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി പിൻഗാമിയായ അന്ത്യോക്കസ് എന്ന് പറയുന്ന ഭരണാധികാരി ഉണ്ടായിരുന്നു. അന്ത്യോക്കസ് ഭരിച്ച സ്ഥലമായതുകൊണ്ട് അന്തോക്യ എന്ന സ്ഥലത്തെ വിളി. ഞങ്ങളുടെ പാത്രകീശിരിക്കുന്ന സ്ഥലം അന്തോക്യ. അത് അന്ത്യോക്യസ് ഭരിച്ച സ്ഥലമാണ്. അന്ത്യോക്യസിന് ഒരു വേല വെച്ച് പേർഷ്യക്കാർ ഈ യഹൂദന്മാരെ. അന്ത്യോക്യസ് നേതൃത്വത്തിൽ അവരെ നേരിട്ടത് മക്കബായ വിപ്ലവം എന്ന് പറഞ്ഞ വിപ്ലവമാണ്. ജൂദാസ് മാക്കബീസിന്റെ നേതൃത്വത്തിൽ ഒരു വിപ്ലവം ടെമ്പററി ജയിച്ച കാര്യം അന്ത്യോക്കസ് വേറൊരു സ്ഥലത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ നേരിടാൻ പറ്റാതായിപ്പോയി. അങ്ങനെ ഇവരെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. യഹൂദന്മാരെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. എന്നിട്ട് തിരിച്ചു വന്നെങ്കിൽ ഭരിച്ചാൽ പോരെ. ഇവരെന്തെന്നറിയാമോ? തിരിച്ചു വരുന്ന വഴിക്ക് സമറിയയിൽ ചെന്നു. അവിടെയാണ് ഈ 10 ട്രൈബ്സ് ബാബിലോണിയക്കാരുമായിട്ട് ഇന്റർമിക്സ് ചെയ്തവർ ജീവിച്ചിരുന്ന സ്ഥലം. അവർക്കൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു സമറിയക്കാർക്ക്. ആ സമറിയക്കാരുടെ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തോട്ട് ചെയ്യുന്ന ജൂദാസ് മക്കബീസ് അടിച്ചങ്ങ് തകർത്ത് കൂട്ടക്കൊല ചെയ്തു ഈ സമറിയാസിനെ. വല്ല ആവശ്യമുണ്ട്. ഇവന്റെ കസിൻസാണ്. യഹൂദന്റെ സ്ഥിരം സ്വഭാവം ഇത്. അവനെ ആര് ഗുണം ചെയ്യുന്നു അവനെ കെട്ട് വേല വെച്ചള. അങ്ങനെ ഒരു കൂട്ടക്കൊല ഉണ്ടായി BC 166. അങ്ങനെ കൂട്ടക്കൊല നടത്തി പേർഷ്യക്കാരുടെ അന്ത്യോക്യസിന്റെ കയ്യിൽ നിന്ന്, ഗ്രീക്കുകാരുടെ കയ്യിൽ നിന്ന് അവർ മോചനം പ്രാപിച്ച് നിൽക്കുമ്പോഴാണ് റോമൻ സൈന്യം പോംപിയുടെ നേതൃത്വത്തിലൂടെ വരുന്നത്. യഹൂദന്മാർ എന്തെന്നറിയാമോ? ഗ്രീക്കുകാർക്ക് ടാപ്പ് വെച്ച ശേഷം റോമക്കാരുടെ സൈഡ് ചേർന്നു. അങ്ങനെ പോംബി ഇവരുടെ സൈഡ് ചേർന്നിട്ട് സൈന്യവുമായിട്ട് വന്ന് ജെറുസലേം വീണ്ടെടുത്ത് യഹൂദന്മാർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്ത് അങ്ങ് താമസിച്ചു. അങ്ങനെ യഹൂദന്മാരുടെ പ്രൊട്ടക്ഷനിൽ ഇരിക്കുന്ന സമയത്താണ് പൊന്തിയോസ് പിലാത്തോസ് ഗവർണറായിട്ട് വരുന്നതും യേശുക്രിസ്തുവിനെ കുരിശിലേറ്റുന്നതും. അങ്ങനെ കുരിശിലേറ്റി ക്രിസ്തുമതത്തെ ഇല്ലാതാക്കാവുന്ന ശ്രമങ്ങൾ തുടങ്ങി. ആ വലിയ ശ്രമങ്ങളിൽ യേശുക്രിസ്തുവിനെ തൂക്കിക്കൊന്നു. അത് കഴിഞ്ഞ് സ്നാപയോഹന്നാനെ തലവെട്ടിക്കൊന്നു. സ്തേഫാനോസ് പുണ്യാളനെ കല്ലെറിഞ്ഞു കൊന്നു. പൗലോസ് പുസ്തകനെ കല്ലെറിഞ്ഞ് താഴെ വീഴ്ത്തി. ക്രിസ്ത്യാനികളുടെ യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാർ 3 എണ്ണത്തെ യഹൂദന്മാർ കൊന്ന്. ഇങ്ങനെ തീരാ ഇതൊക്കെ ചെയ്ത് ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ ഭയങ്കരമായ ശ്രമം നടത്തി യഹൂദന്മാർ. ആ സമയത്ത് അവർക്ക് ഇത്രയും സഹായം ചെയ്ത റോമാക്കാർ കിട്ടിയവന് ആപ്പ് വെച്ച്. ആ ആപ്പ് വെക്കുന്നതിന്റെ പരിണിത ഫലമാണ് AD 68 മുതൽ 72 വരെ ടൈറ്റസ് ഫ്ലേവിയസ് എന്ന ചക്രവർത്തി വന്നിട്ട് ജെറുസലേം അടിച്ച് തകർത്ത് ദേവാലയം തകർത്തു. കപ്പർനഹോം യേശുക്രിസ്തു പറഞ്ഞ പോലെ കല്ലിന്മേൽ കല്ല് അവശേഷിക്കാതെ ജെറുസലേമും കപ്പർനഹോമും അടിച്ച് തകർത്ത്. ആകാശത്തോളം വരുന്ന കപ്പർനഹോമെ പാതാളത്തോളം താഴ്ത്തപ്പെടുന്ന യേശുക്രിസ്തു പറഞ്ഞ് നടപ്പായി. കപ്പർനഹോം ഇടിച്ച് നിരത്തി. ഒറ്റ കെട്ടിടമില്ല, അതെല്ലാം ഇടിച്ച് ചുവന്ന പൊടിയാക്കി മാറ്റി റോമക്കാർ. അങ്ങനെ പോയി യഹൂദന്മാരെ തകർത്തു റോമക്കാർ. അങ്ങനെ 2000 കൊല്ലത്തിന് മുമ്പ് യഹൂദന്മാർ പാലസ്തീന നാട്ട് വിട്ടതാണ്. 2000 കൊല്ലം അവിടെ ഇല്ലാതിരുന്ന ഈ യഹൂദന്മാരെ സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്തത് പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബിയും മുസ്ലിങ്ങളുമാണ്. ആ ചരിത്രം വളരെ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കണം. റോമാ സാമ്രാജ്യത്തിൽ ഓടിച്ച യഹൂദന്മാരെ മുസ്ലിങ്ങൾ വിളിച്ച് അവരുടെ ദേശത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചു. പരിശുദ്ധ പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം യഹൂദന്മാരെ പ്രത്യേകം സംരക്ഷിച്ചിരുന്നു. പരിശുദ്ധ പ്രവാചകൻ മെദീനയുടെ ഭരണാധികാരിയായി വരുമ്പോൾ മെദീനയിൽ ആകെ 11,500 ജനങ്ങളാണ്. മുസ്ലിങ്ങൾ 1,500 പേരേ ഉള്ളൂ. യഹൂദന്മാർ 2,000 പേരുണ്ട്. ക്രിസ്ത്യാനികൾ 2,500 പേരുണ്ട്. ട്രൈബൽസ് അല്ലെങ്കിൽ ബഹുവിധ വിശ്വാസികളായ നീഗ്രോ വർഗ്ഗക്കാർ ഒരു 10,000-3,500 എണ്ണമാണ്. 11,500 പേരുള്ള മെദീനയെ ഭരിക്കാൻ വന്ന പ്രവാചകൻ ഒരു സുപ്രസിദ്ധമായ ഒരു ഭരണഘടന പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെദീന ഡോക്യുമെന്റ്, യാത്രി ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റാണ്. അതിൻ്റെ ഇരിപ്പുണ്ട് അതിൻ്റെ കോപ്പി. ഫസ്റ്റ് പാരഗ്രാഫിൽ പ്രവാചകൻ പ്രഖ്യാപിക്കുകയാണ്, യാത്രയിൽ താമസിക്കുന്ന യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ദൈവവിശ്വാസികൾക്കും മുസ്ലിങ്ങൾക്കും ഏകോദര സഹോദരങ്ങൾ പോലെ ജീവിക്കുന്ന ഒരു ഭരണഘടന ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. 7 കൊല്ലം പ്രവാചകൻ ഭരിച്ചു. 7 കൊല്ലവും എല്ലാവരെയും സംരക്ഷിച്ചു പ്രവാചകൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഉഹൂദ് യുദ്ധം കഴിഞ്ഞപ്പോൾ ഈ യഹൂദന്മാരുടെ 12 ഗോത്രമുള്ള 2 കുടുംബങ്ങൾ മെക്കക്കാരുടെ സൈഡ് ചേർന്ന് പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ 2 വീട്ടുകാരെ പ്രവാചകൻ പിടിച്ചിട്ട് ഉത്തരവിട്ടു, സ്ത്രീകളെയും കുട്ടികളെയും തുടരുത്. ഈ കുറ്റം ചെയ്ത ആ 2 കുടുംബങ്ങളിലെ യഹൂദ പ്രമാണിമാരെ കൊണ്ടുവരാൻ പറഞ്ഞു.
അങ്ങനെ യഹൂദ പ്രമാണിമാരെ കൊണ്ടുവന്ന് പുരുഷന്മാരെ മാത്രം കൊന്നു. സ്ത്രീകളെ കൊന്നില്ല, കുട്ടികളെ കൊന്നില്ല, അവരെ സംരക്ഷിച്ചു. ആ സംരക്ഷണം കഴിഞ്ഞിട്ട് 2500ഓളം യഹൂദന്മാരുണ്ടായിരുന്നു. ബാക്കി മുഴുവൻ യഹൂദന്മാരും യാത്രീബിൽ മദീനയിൽ സുഖമായിട്ട് താമസിച്ചു. ബാക്കി യഹൂദന്മാർക്കൊന്നും കുഴപ്പമുണ്ടായില്ല. ഭർത്താവ് കൊല്ലപ്പെട്ട ഒരു സ്ത്രീ വന്ന് പ്രവാചകനോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് കൊല്ലപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, നീ ഇവിടെ താമസിക്കാം, അല്ലെങ്കിൽ നിനക്ക് എവിടെയും മാറി താമസിക്കാം, അതല്ല എൻ്റെ ഭാര്യാസ്ഥാനം നിനക്ക് വേണോ, അത് ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രവാചകൻ്റെ ഭാര്യമല്ല ഒരാൾ ഈ പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ച ആളിൻ്റെ ഭാര്യയാണ് ഒരു ഭാര്യ. അപ്പം അങ്ങനെ വിധവ സ്ത്രീയെ സംരക്ഷിച്ചു. ബാക്കി യഹൂദന്മാരെ കംപ്ലീറ്റ് പ്രവാചകൻ രക്ഷിച്ചു. മദീനയിൽ ഒരിക്കലും ഒരു ശവശരീരം ഇങ്ങനെ പോവാണ്. പ്രവാചകൻ എഴുന്നേറ്റ് എന്ന് തലക്കെട്ടൂരി നമസ്കരിച്ചു. ശിഷ്യന്മാർ ചോദിച്ചു, എന്താ അങ്ങ് കാണിച്ചേ? അതൊരു യഹൂദൻ്റെ ഡെഡ് ബോഡി അല്ലേ എന്ന് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞ, യഹൂദൻ്റെ ഡെഡ് ബോഡി അല്ല, അതൊരു മനുഷ്യൻ്റെ ഡെഡ് ബോഡിയാണ്, അതിനെ നമസ്കരിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണെന്ന് പറഞ്ഞു. അങ്ങനെ യഹൂദൻ ഡെഡ് ബോഡി നമസ്കരിച്ച് പ്രവാചകൻ നമുക്ക് മാതൃക കാണിക്കുകയാണ്. അങ്ങനെ അറബി ഭാഷയിൽ സലാം എന്ന് പറയുന്ന വാക്ക്, നിങ്ങളൊക്കെ തമ്മിൽ കാണുമെന്ന് പറയുന്ന സലാം അലൈക്കും, ആ സലാം എന്ന വാക്ക് പോലീസിൽ വന്നു. സല്യൂട്ടിന് അറബിയിലും ഉറുദുവിലും ഹിന്ദിയിലും ഒക്കെ വാക്ക് സലാം എന്നാണ്. ഞങ്ങൾ ആയുധം എടുത്ത് ഇത് ചെയ്യുമ്പോൾ സലാമി ശസ്ത്രം ഞങ്ങൾ വിളിക്കുന്നത്. അറബി പ്രവാചകൻ്റെ വാക്കിൽ നിന്നാണ് വാക്ക് വരുന്നത്, സലാം. അങ്ങനെ യഹൂദനെ സലാം ചെയ്തു. ഒരു ഡെഡ് ബോഡി ഇങ്ങനെ പോകുമ്പം SI ജീപ്പിൽ വന്നാൽ SI ജീപ്പ് ഉടനെ നിർത്തും. ഇറങ്ങിയ ഡെഡ് ബോഡിക്ക് ഒരു ഉപചാരം കൊടുത്തിട്ട് ജീപ്പ് പിന്നെ എടുത്തുകൊണ്ട് പോകുള്ളൂ. കൊല്ലപ്പെട്ട ഒരു ശവശരീരത്തിൻ്റെ അടുത്ത് ഇൻക്വസ്റ്റ് നടത്താൻ വന്നാൽ പോലീസ് ഉടനെ തൊപ്പി പൊക്കി ശവശരീരത്തിന് വന്ദനം കൊടുത്തിട്ട് തൊപ്പി തിരിച്ചു വെച്ചിട്ട് ഇൻക്വസ്റ്റ് നടത്തുള്ളൂ, പോസ്റ്റ്മോർട്ടം ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ ശവശരീരത്തെ വന്ദിക്കാൻ പോലീസിനെ പഠിപ്പിച്ചത് പ്രവാചകനാണ്. യഹൂദൻ ഡെഡ് ബോഡി നമസ്കരിച്ചിട്ടാണ് പ്രവാചകൻ നമുക്ക് ആ മാതൃക കാണിച്ചു തന്നത്. യഹൂദന്മാരെ കംപ്ലീറ്റ് മക്കയിലും സംരക്ഷിച്ചു. മക്കയിലെ ഭരണാധികാരിയായി പ്രവാചകൻ വന്നു. മക്കയിലെ ഭരണാധികാരി പ്രവാചകൻ വരുമ്പോൾ 10,000-ഓളം യഹൂദന്മാർ മക്കയിലുണ്ട്, 20,000-ഓളം അറബികളുണ്ട് അവിടെ. ആ 10,000 യഹൂദന്മാരെയും അവരുടെ കുടുംബങ്ങളെയും പ്രവാചകൻ കംപ്ലീറ്റ് സംരക്ഷിച്ചു. പ്രവാചകൻ 632 മരിച്ചു കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞപ്പോഴാണ് പ്രസിദ്ധമായ 2 യുദ്ധം നടക്കുന്നത്. യാമുക്കളെ യുദ്ധവും കദീശ യുദ്ധവും. അത് കഴിഞ്ഞപ്പോൾ ജെറുസലേം മുഴുവൻ ഖലീഫ ഉമറിൻ്റെ കയ്യിൽ വന്നു. ഖലീഫ ഉമർ ജെറുസലേമിൽ വന്നു. സോഫ്രോണിസ് എന്ന് പറയുന്ന ബിഷപ്പാണ് അവിടുത്തെ ചാർജ്. ആ സോഫ്രോണിസിനെ വിളിച്ച് ഉപചാരങ്ങളൊക്കെ അർപ്പിച്ച ശേഷം സോഫ്രോണിസിനോട് ചോദിച്ചു, ഈ സുലൈമാൻ നബി പണിഞ്ഞ ഒരു ടെമ്പിൾ ഉണ്ടല്ലോ, എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ കൊണ്ടത് കാണിച്ചു കൊടുത്തു. അപ്പോൾ യേശുക്രിസ്തുവിനെ കുരിശിൽ തൂക്കിൻ്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഈ സുലൈമാൻ സോളമൻ ഉണ്ടാക്കിയ ചർച്ച മുഴുവൻ ക്രിസ്ത്യാനികൾ വേസ്റ്റ് ഡമ്പാണ്, ബ്രഹ്മപുരം പ്ലാന്റാക്കി മാറ്റിക്കളഞ്ഞു. ഈ സുലൈമാൻ്റെ പള്ളി മുഴുവൻ അവിടെ മുഴുവൻ വേസ്റ്റ് കൊണ്ടിട്ട് അങ്ങ് ഫില്ലപ്പ് ചെയ്തു. ഉമർ ചോദിച്ചു, എന്ത് പണിയാണ് നിങ്ങളെ കാണിച്ച? സുലൈമാൻ നമ്മുടെ എല്ലാം പൂർവ്വീകനല്ലേ, അദ്ദേഹത്തിൻ്റെ ക്ഷേത്രം ഇങ്ങനെ ചെയ്യാമോ? പട്ടാളക്കാട് പറഞ്ഞ് വേസ്റ്റ് മുഴുവൻ മാറ്റാൻ പറഞ്ഞു. വേസ്റ്റ് മാറ്റാൻ തുടങ്ങിയപ്പോൾ ഖലീഫ ഉമറിന്റെ വേഷം തീർത്ത് കെട്ടി അദ്ദേഹവും കൊട്ടയിൽ സാധനം വെച്ചിട്ട് ശരീരം ചുമ്മാൻ തുടങ്ങി, വെയിറ്റ് ചുമ്മാൻ തുടങ്ങി. ഖലീഫ ഉമർ നേരിട്ട് അങ്ങനെ ക്ലിയർ ചെയ്ത ശേഷം ആ പള്ളി യഹൂദന്മാർ കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് വാങ്ങ് വിളിച്ചപ്പോൾ ഖലീഫ ഉമർ പറഞ്ഞു, ഞാൻ പോയി നിസ്കരിച്ചിട്ട് വരാം, തൽക്കാലം പണിയൊന്നും നിർത്താൻ പറഞ്ഞു. അപ്പോൾ സോഫ്രോണീസ് ആർച്ച് ബിഷപ്പ് ചോദിച്ചു, അങ്ങ് ഇവിടെ നിസ്കരിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഖലീഫ ഉമർ പറഞ്ഞു, ഞാനിവിടെ നിസ്കരിച്ചാൽ ഇവിടെ ഒരു മുസ്ലിം പള്ളി വെക്കണമെന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ വരുന്ന മുസ്ലിങ്ങളോട് മോസ്ക് പണിയും, അത് പാടില്ല. സുലൈമാൻ്റെ മോസ്ക് ടെമ്പിൾ രക്ഷിക്കണം. അദ്ദേഹം അവിടുന്ന് 800 മീറ്റർ നടന്ന് പോയിട്ട് നിസ്കരിച്ചു. അദ്ദേഹം നിസ്കരിച്ച സ്ഥലത്താണ് മുസ്ലിങ്ങൾ അൽ അക്സ മോസ്ക് സ്ഥാപിച്ചത്. ഖലീഫ ഉമർ രക്ഷിച്ചു പണിഞ്ഞ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് യഹൂദന്മാർ വന്ന് ഖലീഫ ഉമറും സുലൈമാന്റെ പള്ളി രക്ഷിക്കാൻ വേണ്ടി പോയ സ്ഥലത്ത് പണിഞ്ഞ അൽ അക്സ മോസ്ക് കയറി ഇപ്പം ആക്രമണം കാണിച്ച് അകത്ത് കയറി വെടിവെച്ചു, സ്ത്രീകളെ പിടിച്ചോണ്ടുപോയി. അൽ ജസീറയുടെ അക്ലഖ് എന്ന് പറയുന്ന അമേരിക്കക്കാരിയായ ജേർണലിസ്റ്റിനെ വെടിവെച്ചു, നീ അൽ അക്സ മോസ്കിന്റെ അപ്പുറത്ത് വെച്ചിട്ട്. അതാണ് അവർ ഇങ്ങോട്ട് ചെയ്തത്. പക്ഷെ ഖലീഫ ഉമർ അവരുടെ ദേവാലയം രക്ഷിച്ചു. പരസ്യ പ്രവാചകൻ ഒരു സമയത്ത് നിസ്കരിക്കുന്ന സമയമായി. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന ബിഷപ്പും ക്രിസ്ത്യാനികളുടെ ബിഷപ്പും ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങളങ്ങ് പുറത്തു പോയിട്ട് അങ്ങ് പ്രവാചകൻ നിസ്കരിച്ചോ, ഞങ്ങൾ തിരിച്ചു വരാമെന്ന്. പ്രവാചകൻ പറഞ്ഞു, ഹേയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ അപ്പുറത്തോട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. യഹൂദനും ക്രിസ്ത്യൻ പാതിരിയും ബിഷപ്പും പരസ്യ പ്രവാചകനായ മുഹമ്മദിനോട് തൊട്ടപ്പുറത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത്. അതാണ് പ്രവാചകൻ കാണിച്ചു കൊടുത്തത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾക്കും. മുസ്ലിങ്ങളുടെ മോസ്കിനകത്ത് യഹൂദനെയും ക്രിസ്ത്യാനിയുടെ ബിഷപ്പിനെയും നിസ്കരിക്കാൻ സമ്മതിച്ചിട്ട് അവിടെയാണ് പരസ്യ പ്രവാചകൻ നിസ്കരിച്ചത്. ഇതാണ് ഇസ്ലാം മറ്റു മതങ്ങളെ സംരക്ഷിക്കുന്ന അത്ഭുതം. അങ്ങനെ ജെറുസലേം ദേവാലയം തിരിച്ചു പണിച്ചു കൊടുത്തത് ഖലീഫ ഉമറാണ്. എന്നിട്ട് മുസ്ലിങ്ങൾ ഭരിക്കുന്ന 638 ആയപ്പോൾ തന്നെ പേർഷ്യ പിടിച്ചു, 642 ആയപ്പോൾ തന്നെ ഈജിപ്റ്റ് പിടിച്ചു, 646 ആയപ്പോൾ ലിബിയ പിടിച്ചു, 656 ആയപ്പോൾ ടുണീഷ്യ പിടിച്ചു, 662 ആയപ്പോൾ തന്നെ മൊറിറ്റാനിയ പിടിച്ചു, 670 കഴിഞ്ഞപ്പോഴേക്കും പോളിസാറിയെ പിടിച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുട്ടി ഇസ്ലാമിക സൈന്യം. മുസ്ലിങ്ങളെ നയിച്ചിരുന്നത് കുണ്ടൂസ് എന്ന് പറയുന്ന വലിയൊരു ഭരണാധികാരിയായിരുന്നു. എന്നാൽ മംഗോളിയരെ ഭരിച്ചു വന്നത് അബാക്കോ ഖാൻ എന്നൊരു ഭരണാധികാരിയാണ്. മുസ്ലിങ്ങളുടെ 5 ഇരട്ടിയുള്ള സൈന്യമായിട്ട് വന്നു. ബാറ്റിൽ ഓഫ് ഐൻ ജലൂട്ട് ഭയങ്കര യുദ്ധമായിരുന്നു, കുണ്ടൂസിനകത്തുള്ള യുദ്ധം. ഉച്ചയ്ക്ക് 4 മണി വരെ 2-3 തവണ ഇസ്ലാമിക സൈന്യം കംപ്ലീറ്റ് നശിക്കുന്ന സ്റ്റേജ് എത്തി. പക്ഷേ
അവസാനം മുസ്ലിങ്ങൾ മംഗോളിയരെ പരാജയപ്പെടുത്തി. മംഗോളിയയുടെ നേതാവ് അബാഖാൻ ചോദിച്ചു, നമ്മുടെ 5 സൈന്യം നമ്മളെ എങ്ങനെ തോൽപ്പിക്കുന്നത്? അപ്പോൾ സേനാനായകൻ ചെന്നിട്ട് അബാഖാനോട് പറഞ്ഞു, യുദ്ധം തോക്കാൻ പോകുമ്പോൾ യുവമാർ വിളിക്കുന്നൊരു വിളി അങ്ങ് ശ്രദ്ധിച്ചോ? അതെന്താ യുദ്ധം നോക്കാൻ തുടങ്ങുമ്പോൾ യുവമാരൊരു വിളിയുണ്ട്, അള്ളാഹു അക്ബർ എന്നൊരു വിളിയുണ്ട്. അതിൻ്റെ അർത്ഥം അറിയാം നമുക്ക്. അള്ളാഹു അക്ബർ എന്ന് ഈശ്വരനെ സംബന്ധിച്ചുള്ള യുദ്ധം ചെയ്തു, ആ യുദ്ധം ജയിക്കുന്നത് പറഞ്ഞു. എന്നാൽ എനിക്ക് ഇസ്ലാമിനെ പറ്റി പഠിക്കണമെന്ന് പറഞ്ഞു. അബാഖാൻ 1890 ഇസ്ലാമിൻ്റെ പുസ്തകങ്ങളെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. അറബിദേശത്ത് 4 പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി. അയാൾ 2 മാസം കുത്തിയിരുന്ന് പരിശുദ്ധ ഖുറാനും പരിശുദ്ധ പ്രവാചകനെ പറ്റിയൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ അയാൾ തീരുമാനിച്ചു ഇസ്ലാം മതം സ്വീകരിക്കണം. അങ്ങനെ മംഗോളിയർ ബ്ലോക്ക് ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ കസാക്കിസ്ഥാൻ 28 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ടർക്കമെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, കിർഗിസ്ഥാൻ 68 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അത് ഇന്ത്യക്ക് ആകെ വിസ്തീർണം 32 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. അതിൻ്റെ 2 ഇരട്ടി സ്ഥലം ഇസ്ലാമിൽ വന്നു. 8 രാജ്യങ്ങൾ ഇസ്ലാമിൽ വന്നു. അപ്പോൾ മംഗോളിയറിൽ ചൈനയെ താമസിച്ച മംഗോളിയർ ഒഴിച്ച് ജംഗിസ് ഖാന്റെ സന്ധി പരമ്പരകൾ കംപ്ലീറ്റ് ഇസ്ലാമിലായി. അത് കഴിഞ്ഞ് 1991 ആയപ്പം നോർത്ത് ഇന്ത്യ പിടിച്ചെടുത്തു. 1953 ആയപ്പോൾ മലേഷ്യ ഇസ്ലാമായി. 1990 ആയപ്പോഴത്തേന് ഇന്തോനേഷ്യ ഇസ്ലാമായി. അങ്ങനെ ഇന്ന് ഇസ്ലാം 3,30,00,000 ചതുരശ്ര കിലോമീറ്ററാണ് ഇസ്ലാം ഭരിക്കുന്നത്. ഇന്ത്യയുടെ ആകെ ഏറിയ 32 ലക്ഷം, അതിൻ്റെ 11 ഇരട്ടിയാണ് ഇസ്ലാം ഭരിക്കുന്ന 67 രാജ്യങ്ങൾ. ഇസ്ലാമിൻ്റെ ആകെ ജനസംഖ്യ ഇന്ന് സുന്നി മുസ്ലിംസ് 170 കോടി കഴിഞ്ഞിരിക്കുന്നു. ഷിയ മുസ്ലിംസ് 25 കോടി ക്രോസ് ചെയ്തു. ബാക്കിയുള്ള മുസ്ലിം വിഭാഗങ്ങളെല്ലാം കൂടി 20 കോടിക്ക് മേളിലാണ്. അതായത് ലോകത്തിൽ ഇന്ന് മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 220 കോടിയാണ്. ലോകത്തിന് ആകെ ജനസംഖ്യ 800 കോടിയാണ്. അതിൻ്റെ 4 ഇസ്ലാമാണ്. 4 മനുഷ്യരെ എടുത്താൽ ഒരാൾ ഇസ്ലാമായിരിക്കും. അമേരിക്കയിൽ യഹൂദന്മാരെയൊക്കെ മറികടന്ന് യഹൂദന്മാരിപ്പോൾ 42 ലക്ഷമാണ് അമേരിക്ക താമസിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 60 ലക്ഷം ക്രോസ് ചെയ്തു. അമേരിക്കയിലെ 11 പട്ടണങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളാണ്. ബ്രിട്ടൻ്റെ തലസ്ഥാനമായ ലണ്ടൻ ഭരിക്കുന്ന ഒരു മുസ്ലിം മേയറാണ്. ഇംഗ്ലണ്ടിലെ 11 പട്ടണങ്ങൾ ഭരിക്കുന്നത് മുസ്ലിം മേയർമാരാണ്. അവർക്ക് മുസ്ലിം മെജോറിറ്റി പട്ടണങ്ങളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ 220 കോടി ജനങ്ങളുള്ള 3,30,00,000 ഭരിക്കുന്ന മുസ്ലിങ്ങൾക്ക് യഹൂദന്മാരുടെ വല്ല വിരോധം ഉണ്ടായിരുന്നെങ്കിൽ യഹൂദൻ എന്നൊരു വർഗ്ഗം ഈ ഭൂമിയിൽ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. വളരെ ഈസിയല്ലേ മുസ്ലിങ്ങൾക്ക് ഇവരെ ഫിനിഷ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യൂറോപ്പിൽ യഹൂദന്മാർ പീഡിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ആദ്യം സെൽജുക് തുർക്കികളും പിന്നെ ഓട്ടോമൻ തുർക്കികളും യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങളെ പീഡിപ്പിക്കുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം, വരാൻ പറഞ്ഞു. അങ്ങനെ യൂറോപ്പിൽ പീഡിപ്പിക്കപ്പെട്ട മുസ്ലിങ്ങളെ യഹൂദന്മാരെ മുസ്ലിങ്ങൾ 2 കൈ നീട്ടി വിളിച്ചുകൊണ്ടുവന്ന് താമസിപ്പിച്ചാണ് പാലസ്തീനിലെ മുസ്ലിങ്ങൾ 2000 കൊല്ലം അവിടെ ഇല്ലാതിരുന്ന മുസ്ലിങ്ങളെ വിളിച്ചുകൊണ്ടുവന്ന് താമസിപ്പിച്ചു. 1-ാം ലോകമഹായുദ്ധം കഴിയുമ്പോഴേക്കും പാലസ്തീനിലെ 35,000 ജനങ്ങൾ യഹൂദന്മാരായിരുന്നു. പക്ഷെ അപ്പോൾ ജനസംഖ്യയുടെ 10% താഴെയുള്ളൂ. 1-ാം ലോകമഹായുദ്ധത്തിൽ ചേരാൻ തുർക്കിക്ക് യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു ചതിയിൽ തുർക്കികൾ പെട്ടുപോയി. അങ്ങനെ തുർക്കികൾ ചെന്ന് 1-ാം ലോകമഹായുദ്ധത്തിൽ പെട്ടു. ലോറൻസ് ഓഫ് അറേബ്യ എന്ന് പറഞ്ഞൊരു സേനാനായകനെ ഉപയോഗിച്ച് തുർക്കികളെ പരാജയപ്പെടുത്തി ഇസ്ലാമിനെ വിഭജിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വിഭജിച്ച് ഈജിപ്റ്റ് സെപ്പറേറ്റ്, സിറിയ സെപ്പറേറ്റ്, സൗദി അറേബ്യയിൽ തന്നെ ഒമാൻ സെപ്പറേറ്റ്, യമൻ സെപ്പറേറ്റ്, കുവൈറ്റ് സെപ്പറേറ്റ്, ബഹ്റൈൻ സെപ്പറേറ്റ്, UAE-യിലെ 7 രാഷ്ട്രങ്ങൾ സെപ്പറേറ്റ്, പാലസ്റ്റീൻ സെപ്പറേറ്റ്, ജോർദാൻ സെപ്പറേറ്റ്, സിറിയ സെപ്പറേറ്റ്. ഓട്ടോമൻ തുർക്കികളെ വിഭജിച്ച് തുർക്കിക്ക് പുറത്തുള്ള 13 മുസ്ലാമിക രാജ്യം ഒറ്റ എംപയറായിരുന്നു 13 സ്ഥാനത്തോട്ട് മാറ്റി കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് 2-ാം ലോകമഹായുദ്ധവും നാസികളുടെ പീഡനവും. നെപ്പോളിയൻ്റെ സമയത്ത് 5 ലക്ഷം യഹൂദന്മാരെ കൊന്നു. ബാക്കിയുള്ള യഹൂദന്മാരെ മുഴുവൻ സ്വീകരിച്ച് ഇസ്ലാമാണ്. ഇസ്ലാമിക രാജ്യങ്ങളെ കൊണ്ട് രക്ഷപ്പെടുത്തി ഫ്രാൻസിൻ്റെ കയ്യിൽപ്പെട്ട യഹൂദന്മാരെ. അൾജീരിയയിൽ നിന്നും ലിബിയയിൽ നിന്നും യഹൂദന്മാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് മുസ്ലിങ്ങളാണ്. അത് കഴിഞ്ഞപ്പോൾ ഓട്ടോമൻ തുർക്കികൾ അവർ യഹൂദന്മാരെ സംരക്ഷിച്ചു. അതങ്ങോട്ട് കഴിഞ്ഞപ്പം നാസികളുടെ പീഡനം വന്നു. 60 ലക്ഷം യഹൂദന്മാരെ ഹിറ്റ്ലർ കൊന്നൊടുക്കി. പേർണർ റിസവല്ല കൊന്നത് 2 ലക്ഷം പേരെയാണ്. നെപ്പോളിയൻ്റെ കാലത്ത് കൊന്നത് 4 ലക്ഷം യഹൂദന്മാരെയാണ്. ഹിറ്റ്ലർ കൊന്നത് 60 ലക്ഷം യഹൂദന്മാരെയാണ്. ജർമ്മനിയിൽ നിന്ന് യഹൂദന്മാർ അമേരിക്കയിലോട്ട് ചെല്ലാൻ തോന്നും. റോക്ക്ഫെല്ലറുടെ നേതൃത്വത്തിൽ അമേരിക്ക പറഞ്ഞു ഒറ്റ യഹൂദനെ അമേരിക്ക കയറ്റില്ലാന്നോ. അമേരിക്ക കയറ്റിയില്ല. 60-ന് ശേഷമാണ് യഹൂദന്മാരെ അമേരിക്ക സ്വീകരിച്ചത്. ഹിറ്റ്ലർ പീഡിപ്പിക്കുന്ന ഒറ്റ യഹൂദനെ അമേരിക്ക സ്വീകരിച്ചില്ല. യഹൂദന്മാരെ 4 കപ്പലിനകത്ത് കയറി തുർക്കിയിലേക്ക് രക്ഷപ്പെടാനായിട്ട് ബ്ലാക്ക് സീ ക്രോസ് ചെയ്യാണ്. ബ്രിട്ടീഷ് പട്ടാളം അവരെ തടഞ്ഞു. 4 കപ്പലിൽ വന്ന 8,000 യഹൂദന്മാരെ ബ്ലാക്ക് സീയിൽ മുക്കിക്കൊന്നു ബ്രിട്ടീഷുകാർ. ഈ ന്യായം പറയുന്ന സായിപ്പ് മുക്കിക്കൊന്നു. ഇത് കണ്ടപ്പം മുസ്ലിങ്ങൾക്ക് കരുണ തോന്നി. മുസ്ലിങ്ങൾ യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ വരിക, ഞങ്ങൾ പാലസ്തീൻ നിങ്ങളെ താമസിപ്പിച്ചോളാം. അങ്ങനെ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്ന യഹൂദന്മാരെ വിളിച്ചുകൊണ്ടൊന്ന് താമസിപ്പിച്ചപ്പോഴാണ് 2-ാം ലോകമഹായുദ്ധം തീർന്നപ്പോഴേക്കും പാലസ്തീന നാട്ടിൽ 1,69,000 യഹൂദന്മാർ വന്നത്.
ഒന്നാം ലോകത്തിന് മുമ്പ് 36,000, രണ്ടാം ലോകം കഴിഞ്ഞപ്പോൾ 1,69,000. ഈ 1,69,000 മുസ്ലിങ്ങൾ രണ്ട് കൈയും സ്വീകരിച്ചുകൊണ്ട് വന്ന് അവന് വസ്തു കൊടുത്ത്, അവന് ആഹാരം കൊടുത്ത്, അവന് വീട് വെച്ച് കൊടുത്ത് യഹൂദനെ താമസിപ്പിച്ചാണ് മുസ്ലിങ്ങൾ പാലസ്തീന നാട്ടിൽ. പക്ഷേ രണ്ടാം ലോകം കഴിഞ്ഞപ്പോൾ അമേരിക്കയും ബ്രിട്ടനും കൂടെ തീരുമാനമെടുത്തു. യുവന്മാരെല്ലാം കൂടെ ഏരച്ച് അമേരിക്ക വന്ന ഒരു ശല്യമാണ്, ഇവർക്കൊരു ഓൾട്ടർനേറ്റ് താമസം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ റഷ്യക്കാർ പറഞ്ഞു, ഞങ്ങളൊരു കാര്യം ചെയ്യാം, യുക്രൈൻ്റെ സൈഡിലോട്ട് കുറേ യഹൂദന്മാരെ കൊണ്ട് താമസിച്ച് യഹൂദന്മാർക്ക് ഹോംലാൻഡ് കൊടുക്കാമെന്ന് പറഞ്ഞു, കാസ്പിയൻ കടലിലെ തീരത്ത്. അതിനാദ്യ പടിയായിട്ട് വന്ന ഒരു യഹൂദൻ്റെ കൊച്ചുമോനാണ് സെലൻസ്കി യഹൂദൻ. അവനിപ്പോൾ അവനെ കൊണ്ടുവന്ന് ആ റഷ്യക്കാർക്ക് ടാപ്പ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ യഹൂദൻ സെലൻസ്കി. അതവൻ്റെ സ്വഭാവം. അതാദ്യം പറ്റിയില്ല. അപ്പോൾ അർജന്റീന പറഞ്ഞു, അർജന്റീനയുടെ ഏരിയയിൽ നിന്ന് ഒരു 50,000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ഞങ്ങൾ വിട്ടുതരാം, യഹൂദന്മാർ അവിടെ വാ, അർജന്റീന താമസിച്ചോളാം മതി. അങ്ങനെ അതിങ്ങനെ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പം അമേരിക്കയും ബ്രിട്ടനും കൂടെ ഒരു പരിപാടി ഇട്ടു. മുസ്ലിങ്ങളെ താർക്കണമെങ്കിൽ അവൻ്റെ ചങ്കിനകത്തൊരു പിച്ചാത്തി കയറ്റണം. അപ്പോൾ യഹൂദന്മാരെ വിളിച്ചുകൊണ്ട് പോയവന്മാരോട് 1,00,000 അവിടെ താമസിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കൂടെ കുറേ യഹൂദന്മാരോട് ചേർത്തിട്ട് മുസ്ലിം ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്, മുസ്ലിമിനെ താർക്കണം. അതിനൊരു മുസ്ലിമിൻ്റെ ചങ്കിനകത്തൊരു വാള് വെച്ച് കൊടുത്തു. അതാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം. ഇസ്രായേൽ എന്ന രാഷ്ട്രം. ആ ഇസ്രായേൽ എന്ന രാഷ്ട്രം 1947 ആയപ്പോഴേക്ക് യഹൂദന്മാരുടെ അംഗസംഖ്യ 3.5 ക്രോസ് ചെയ്തു. 1,00,000 മുസ്ലിങ്ങൾ വിളിച്ചോണ്ട് താമസിപ്പിച്ചത്, അഭയാർത്ഥികൾ താമസിച്ച്, ബാക്കി ഒരു 2,00,000 അമേരിക്കൻ ബ്രിട്ടനും കൊണ്ട് താമസിപ്പിച്ചവിടെ. 47 ഇന്ത്യയെ വിഭജിച്ചമാരെ ഇന്ത്യയെ വിഭജിച്ച് 11 കഷ്ണമാക്കി. ബർമയെ സെപ്പറേറ്റ് ചെയ്തു, സിലോണിനെ സെപ്പറേറ്റ് ചെയ്തു, നേപ്പാൾ, ഭൂട്ടാൻ, സിക്കിം സെപ്പറേറ്റ് ചെയ്തു, പാകിസ്ഥാനെ സെപ്പറേറ്റ് ചെയ്തു, മാൽദീവ്സിനെ സെപ്പറേറ്റ് ചെയ്തു. ഇന്ത്യയെ 11 കഷ്ണമാക്കി യഹൂദന്മാർ, ഈ ബ്രിട്ടീഷുകാർ. അടുത്ത പണി ഇസ്ലാമിനെ വിഭജിക്കുക എന്നുള്ളതായിരുന്നു. അതിനവന് UNO കൊണ്ടുവന്നൊരു മാൻഡേറ്റ് ഉണ്ടാക്കി. ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ 20% സ്ഥലം യഹൂദന്മാർക്കും 80% പാലസ്തീനികൾക്കും കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ 48 ഒരു കലാപുണ്ടാക്കി മുസ്ലിങ്ങൾ താമസിക്കുന്ന 10 ഗ്രാമങ്ങൾ കയ്യേറി. അവിടുത്തെ സ്ത്രീകളെല്ലാം നഗ്നരാക്കി, അവിടെയെല്ലാം ഫോട്ടോ എടുത്ത് ബലാത്സംഗം ചെയ്ത സ്ത്രീകളെ കൊന്നു. ഇപ്പോഴത്തെ മണിപ്പൂരിലെ മേത്തേക്ക് ആശയം കിട്ടി യഹൂദന്മാരുടെ നിന്നാണ്. എന്നിട്ട് ഈ ഫോട്ടോ മറ്റ് ഗ്രാമങ്ങളിൽ കൊണ്ട് കാണിച്ച് ഇത് അനുഭവിക്കാതിരിക്കണമെങ്കിൽ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളുടെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. അവർ രക്ഷപ്പെട്ട് ഗാസയിലോട്ടും ഹിസ്ബുള്ള ഇപ്പോൾ താമസിക്കുന്ന വെസ്റ്റ് ബാങ്ക് തുടങ്ങിയ ഏരിയയിലോട്ടും മാറി. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് അറബികൾ വിചാരിച്ചത്. പക്ഷേ യുദ്ധം തീർത്തു കഴിഞ്ഞപ്പോഴേക്കും UNO വോട്ടിട്ട് ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം രൂപീകരിച്ചു. അപ്പോൾ ഇസ്രായേലിൻ്റെ ഏരിയ പാലസ്തീനിലെ 40%, ബാക്കി 60% പാലസ്തീനികൾക്കായിരുന്നു. 40% യഹൂദന്മാർക്ക്, 60% പാലസ്തീനിലെ മുസ്ലിങ്ങൾക്കായിരുന്നു. അത് കഴിഞ്ഞ് 56 സൂയസ് കനാൽ ക്രൈസിസ് ഉണ്ടായ സമയത്ത് ഇസ്രായേൽ അടുത്തൊരു 20% പിടിച്ചെടുത്തു. അപ്പോൾ 60% സ്ഥലം യഹൂദന്മാർക്കും 40% മുസ്ലിങ്ങൾക്കുമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 67 6 ഡേ വാർ എന്ന് പറയുന്നത്. അവിടെ ഒരു യുദ്ധം ഉണ്ടായിരുന്നില്ല. നാസർ ഇമാം വാച അടിക്കുന്ന എന്നെ നശിപ്പിച്ചില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ അമേരിക്ക എന്ന് പറയുന്ന വിമാനവും കുറേ പൈലറ്റ്സൊക്കെ വന്നിറങ്ങി അർദ്ധരാത്രിക്ക് ഇസ്രായേൽ ഈജിപ്തിൻ്റെയും സിറിയയുടെയും ജോർദാൻ്റെയും 500 വിമാനങ്ങൾ ബോംബിട്ട് തകർത്തു. എയർ കവർ ഇല്ലാതായപ്പോൾ അറബികൾ യുദ്ധം ചെയ്യാൻ പറ്റാതായിപ്പോയി. അങ്ങനെ 6 ഡേ വാർ എന്ന് പറയുന്ന 66-67 യുദ്ധം. ആ യുദ്ധം കഴിഞ്ഞതോടുകൂടി സിറിയയിൽ നിന്ന് ഗോലൻ ഹൈറ്റ്സ് പിടിച്ചങ്ങ് വെച്ചു, വെസ്റ്റ് ബാങ്ക് പിടിച്ചു വെച്ചു, ഈജിപ്തിൽ നിന്ന് സീനായ് മരുഭൂമി പിടിച്ചു വെച്ചു. പക്ഷേ മുസ്ലിങ്ങൾ പറഞ്ഞു, ഇങ്ങനെ തുടങ്ങിയാൽ ഞങ്ങൾ കമ്പൈൻഡായിട്ട് ആക്രമിക്കുമെന്ന് പറഞ്ഞു. അമേരിക്ക ഇടപെട്ട് ക്യാമ്പ് ഡേവിഡ് മീറ്റിംഗ് ഉണ്ടാക്കി സീനായ് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ സീനായ് തിരിച്ച് ഈജിപ്തിനെ തിരിച്ചു കിട്ടി. ഗാസ മാത്രം ഇസ്രായേൽ പിടിച്ചു വെച്ചു. വെസ്റ്റ് ബാങ്കിന് ഇൻഡിപെൻഡൻസ് കൊടുത്തു, ഗോലൻ ഹൈറ്റ്സ് തിരിച്ചെടുത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത ഒരു യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങൾ വെസ്റ്റ് ബാങ്ക് തിരിച്ചു തരില്ല എന്ന് പറഞ്ഞു. ജെറുസലേം ഞങ്ങളുടെ തലസ്ഥാനമാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വെസ്റ്റ് ബാങ്ക് ജോർദാൻ്റെ കയ്യിൽ നിന്നും ഗോലൻ ഹൈറ്റ്സ് സിറിയയുടെ കയ്യിൽ നിന്നും പിടിച്ച് കൈവച്ചു. സീനായ് തിരിച്ചു കൊടുത്തു, ഗാസ തിരിച്ചു കൊടുത്തില്ല. ഗാസ ചരിത്രത്തിൽ വലിയ പ്രധാനപ്പെട്ട സ്ഥലമാണ്. നിങ്ങൾ ജോൺ മിൽട്ടൻ്റെ സാംസൺ എഗണിസ്റ്റസ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഐലസ് ഇൻ ഗാസ എന്ന് പറഞ്ഞ പ്രസിദ്ധമായ കവിത വായിച്ചിട്ടുണ്ടാകും. സാംസൺ ഉണ്ടായിരുന്നു, അയാളൊരു ടെററിസ്റ്റായിരുന്നു. 250 കുറുക്കനെ പിടിച്ച് വാലിനകത്ത് പന്തം കൊളുത്തി കനാൻ ദേശത്തൊക്കെ കൊടുത്തു. അസൽ ടെററിസ്റ്റാണ്, തീവപ്പാണ്. അവസാനം ഈ സാംസനെ പിടിച്ച് കണ്ണെല്ലാം കുത്തിപ്പൊട്ടിച്ച് കൊണ്ടുവന്ന് അവിടെ കെട്ടിയിട്ട് അതിനെപ്പറ്റിയാണ് മിൽട്ടൺ ഐലസ് ഇൻ ഗാസ, ഗാസയിൽ നടന്ന പ്രസിദ്ധമായ പഴയ സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗാസ ഒഴിച്ച് ബാക്കി വേർതിരിച്ച് നിർത്തി. അങ്ങനെ നിർത്തി കഴിഞ്ഞ് അടുത്ത അറ്റാക്ക് ഉണ്ടായി 2006. ആ അറ്റാക്കിൽ എന്ത് ചെയ്തു? 120ഓളം പാലസ്തീന ഗ്രാമങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തു. ഇനിയിപ്പോൾ അവർക്ക് അടുത്ത ലക്ഷ്യം ഗാസയാണ്. എന്തിനാണ് ഈ ഗാസ? ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇത് അറബികളും അല്ലെങ്കിൽ മുസ്ലിങ്ങളും യഹൂദന്മാരോടുള്ള പ്രശ്നമേ അല്ല. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഗാസയുടെ തീരത്ത് ഓയിൽ കണ്ടെത്തി. ഈ ഓയിൽ ഡിസ്റ്റൻസ് അനുസരിച്ച് ഗാസയിലെ അറബികൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ യുക്രൈൻ യുദ്ധം കഴിഞ്ഞോടുകൂടി ഈ റഷ്യയുടെ ഓയിലും നാച്ചുറൽ ഗ്യാസും
ബ്ലോക്ക് ചെയ്തു, സാങ്ഷനാക്കി. അപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തു? ഈ ഓയിൽ നാറ്റോയിൽ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഹമാസ് പറഞ്ഞു പറ്റിയല്ല, ഇത് ഞങ്ങളുടെ തീരുമാനമായിട്ട് ചേർന്ന് നടക്കുന്നതാണ്, ഈ ഓയിലിൻ്റെ മുഴുവൻ വരുമാനവും ഞങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഈ ഓയിലിൻ്റെ അണ്ടർഗ്രൗണ്ട് റിസർവ് അമേരിക്ക ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ കുവൈറ്റിനുള്ളതിൻ്റെ അത്ര ഓയിൽ അവിടെ കിടപ്പുണ്ട്. അത്ര ഓയിൽ ഗാസയിലെ അറബികൾ കിട്ടിയാൽ അവന്മാർ കോടീശ്വരന്മാരാകും. അപ്പോൾ ഇത് ഇസ്രായേലിന് വേണം. അതുകൊണ്ട് ഗാസയിൽ നിന്ന് അറബികളെ ഒഴിപ്പിക്കണം. അതിനാണ് ഈ യുദ്ധം നമ്പർ 1 ലക്ഷ്യം. ഗാസ പിടിക്കാനുള്ള പരിപാടി അവിടെയാണ് തുടങ്ങുന്നത്. രണ്ടാമത്തത്, ഭരണഘടന തിരുത്തി സുപ്രീം കോടതിയുടെ മുകളിൽ കയറാൻ നെത്യാനാഹു ഒരു ശ്രമം നടത്തി. ഈ ശ്രമത്തെ ഇസ്രായേലിലെ ജനങ്ങൾ ഇറങ്ങി ഭയങ്കരമായിട്ട് പ്രകടനം നടത്തിയെങ്കിൽ 1-ാം ഭാഗം നെത്യാനാഹു പാസ്സാക്കി. ജനങ്ങൾ ഇതിനെ എതിർത്ത് നിന്നാൽ നെത്യാനാഹുവിന് ഭരണഘടനയെ അട്ടിമറിക്കാൻ പറ്റിയില്ല. അപ്പോൾ യഹൂദന്മാരെ കയ്യിലെടുക്കാൻ എന്ത് ചെയ്യണം? ഒരു യുദ്ധം ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അതിനാണ് നെത്യാനാഹു ഇപ്പോൾ യുദ്ധം ഉണ്ടാക്കി ഇസ്രായേലിനെ യോജിപ്പിച്ച് അയാളെ കീഴിൽ നിർത്തണം. ഈ ഭരണഘടനാ ഭേദഗതിക്കെതിരെ യഹൂദന്മാരെ തിരിയാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രിവെൻറ്റീവ് സ്റ്റെപ്പാണ് രണ്ടാമത്തെ പരിപാടി. മൂന്നാമത്തത്, വളരെ ശ്രദ്ധേയമായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഹമാസ് അറബികളുടെ സംഘടനയല്ല. ഹമാസിന് ചെലവിന് കൊടുത്ത് ആ സംഘടന ഉണ്ടാക്കിയത് അമേരിക്കയുടെ CIA കൊടുത്ത പൈസ കൊണ്ടാണ്. ഇത് അമേരിക്കയുടെ സെനറ്റിൽ അമേരിക്കയുടെ CIA ചീഫ് തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഹമാസ് ഞങ്ങളുടെ സൃഷ്ടിയാണെന്ന്. ഹിസ്ബുള്ളയ്ക്ക് ഇറാന്റെ സപ്പോർട്ടായപ്പോൾ ഹിസ്ബുള്ളയുടെ കീഴിൽ അറബികൾ നിൽക്കാൻ പാടില്ല. അതിനുവേണ്ടി ഇസ്രായേൽ ഉണ്ടാക്കിയ ചാര സംഘടനയാണ് ഹമാസ്, അല്ലാതെ അത് അറബികൾ ഉണ്ടാക്കിയ സംഘടന അല്ല. ഇതതിൻ്റെ മറുവശമാണ്. അഫ്ഗാനിസ്ഥാൻ റഷ്യക്കാരുടെ ഇടപെട്ടപ്പം അമേരിക്ക ഉണ്ടാക്കിയ സംഘടനയാണ് താലിബാൻ, അമേരിക്കയുടെ മക്കളത്. എന്നിട്ട് ഇസ്ലാമിക ടെററിസം എന്ന് പറയുക. അഫ്ഗാനിസ്ഥാൻ 7 ലക്ഷം പേരെ കൊന്ന് സ്ത്രീകളെയൊക്കെ വിധവകളാക്കിയപ്പോൾ അമേരിക്ക പറഞ്ഞു അഫ്ഗാൻ ഡെവലപ്മെന്റ്. അഫ്ഗാൻ കാലം തിരിച്ചൊരു ബോംബ് പൊട്ടിച്ചാൽ ടെററിസം എന്ന് പറയും. ഇറാഖിൽ 10 ലക്ഷം അറബികളെ കൊന്നു. അവൻ്റെ $50 ബില്യൺ പിടിച്ചെടുത്തു. അതെന്താണ്? അത് ഇറാഖി ഫ്രീഡം. ഇറാഖി അവൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് ബോംബ് പൊട്ടിച്ചാൽ ടെററിസം എന്ന് പറയും. അതാണ് അതിൻ്റെ വ്യത്യാസം, വാക്ക് മാറ്റി പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഹിസ്ബുള്ളക്കെതിരെ അമേരിക്ക ഈ ഇസ്രായേൽ ഉണ്ടാക്കിയ സംഘടനയാണ് ഹമാസ്, അത് അറബികളുടെ സംഘടന അല്ല. അൽ-ഖയ്ദ ഉണ്ടാക്കിയത് അമേരിക്കക്കാരാണ്. ISIS ഉണ്ടാക്കിയതാണ്. ജയിലിൽ അറസ്റ്റിലായി കിടന്ന ഒരാളിനെ പിടിച്ചുകൊണ്ട് വന്ന് അവനെ കാലിഫായിട്ട് പ്രഖ്യാപിച്ച് അവന് സൈന്യം കൊടുത്ത് അവന് പൈസ കൊടുത്ത് ISISനെ ഉണ്ടാക്കിയത് അമേരിക്കയാണ്. അമേരിക്കയുടെ മക്കളാണ് ഈ താലിബാനും ISISും അൽ-ഖയ്ദയും. അത് മുസ്ലിങ്ങളുടെ തല കെട്ടിവെച്ചളായിരുന്നു. അപ്പോൾ ഈ ഹമാസിനെ ഉപയോഗിച്ച് ഈ ആക്രമണം നടത്താൻ ഹമാസ് വിചാരിച്ചാൽ പറ്റുമോ? പറ്റിയല്ല. മൊസാദിനെ വെല്ലിട്ടിട്ട് ഇസ്രായേലിൽ കയറി 150 പേരെ കൊന്നിട്ട് അവിടുത്തെ 300 പേരെ പിടിച്ചോണ്ടിരാൻ പറ്റുമോ ഹമാസ് വിചാരിച്ചാൽ? അപ്പോൾ ഈ ഹമാസിനെ അകത്ത് കയറ്റി അതിർത്തി തുറന്നു കൊടുത്ത് ഓപ്പറേറ്റ് ചെയ്തത് നെത്യാന്യാഹു അറിഞ്ഞുകൊണ്ടാണ്. എങ്ങനെയാണ് യുദ്ധം ഇപ്പോൾ അനാവരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് ഡോളറിൻ്റെ വില പോയാൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ അമേരിക്കയുടെ ഡോളർ പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലോക മാർക്കറ്റിൽ അവൻ്റെ ആയുധം വിറ്റേ പറ്റുള്ളൂ. അമേരിക്കൻ എക്കണോമിയുടെ 25% വെപ്പൺസ് സെയിലാണ്. അമേരിക്കയിലെ 13 ആയുധ നിർമ്മാണ ശാലകളുണ്ട്. അതിൽ 3 എണ്ണത്തിൻ്റെ ഉടമസ്ഥർ ഇസ്രായേലികളാണ്, യഹൂദന്മാരാണ്. അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ 25 ബാങ്കിൻ്റെ ഉടമസ്ഥാവകാശം യഹൂദന്മാർക്കാണ്. അപ്പോൾ ഡോളർ പൊട്ടിയാൽ യഹൂദന്മാരുടെ പണം പോകും. ഒരു യഹൂദൻ്റെ ബാങ്ക് ഓൾറെഡി പൊട്ടി. അടുത്തത്, ആയുധം വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ആയുധ നിർമ്മാണ ശാലകൾക്ക് വരുമാനം ഉണ്ടാവില്ല. അപ്പോൾ ഡോളർ പൊട്ടും. ഡോളർ പൊട്ടിയാൽ അമേരിക്കൻ സാമ്രാജ്യം തകരും. അപ്പോൾ അമേരിക്കയ്ക്ക് ഒന്നുകിൽ വിയറ്റ്നാം യുദ്ധം വേണം, അല്ലെങ്കിൽ കൊറിയ യുദ്ധം വേണം, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ യുദ്ധം വേണം, അല്ലെങ്കിൽ ഇറാഖിൽ യുദ്ധം വേണം. എവിടെയെങ്കിലും യുദ്ധത്തിൽ അവന് ജീവിച്ചിരിക്കാൻ പറ്റിയ. അതിനാണ് യുക്രൈൻ യുദ്ധം ഉണ്ടാക്കിയത്. കൊല്ലുന്നതും ചാവുന്നതും സ്ലാവിക് ഗോത്രങ്ങളാണ്. റഷ്യയും യുക്രൈനുകളും സഹോദരങ്ങളാണ്. അവരെ തമ്മിൽ തല്ലിച്ചിട്ട് ആയുധം വയ്ക്കുന്ന അമേരിക്ക. ഇവിടെ പാലസ്തീനെയും യഹൂദനെയും കൂടെ അടിച്ചാൽ ആയുധം വയ്ക്കുന്നത് അമേരിക്കയുടെ. ചാവുന്ന ആരാണ്? അമേരിക്കാരനാണോ? അല്ല, യഹൂദനും മുസ്ലിമും ചത്തോളും. ഇവിടെയാണ് അമേരിക്കൻ സാമ്രാജ്യത്വം. ആ സാമ്രാജ്യത്തിൻ്റെ ബ്രിട്ടൻ്റെ അമേരിക്കയുടെ സാമ്രാജ്യത്വമാണ് ഇപ്പോൾ ഇസ്രായേൽ നടക്കുന്ന യുദ്ധം. ഇത് യഹൂദന്മാരും മുസ്ലിം തമ്മിലുള്ള യുദ്ധമല്ല. കഴിഞ്ഞ 1400 കൊല്ലം യഹൂദന്മാരെ സംരക്ഷിച്ചത് ഇസ്ലാമാണ്. യഹൂദന്മാർക്ക് പള്ളി വെച്ചു കൊടുത്തത് ഖാലിഫ ഉമറാണ്. യഹൂദന്മാരെ സംരക്ഷിക്കാൻ പറഞ്ഞത് പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബിയാണ്. യഹൂദന്മാരും മുസ്ലിങ്ങളും ഏകോദര സഹോദരങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെ തമ്മിൽ യുദ്ധം ചെയ്യിക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അതുകൊണ്ട് കുട്ടികളായ നിങ്ങൾ ഈ പത്രവും ടെലിവിഷനൊക്കെ കണ്ടിട്ട് ഇതെല്ലാം വിഴിയും കളയില്ല. അതിനാണ് ഞാൻ കുറേ സത്യം പറഞ്ഞത്. ഇത് അറബികളെ യഹൂദന്മാരുടെ യുദ്ധമല്ല. യഹൂദന്മാർ ഒരു ജാതി അല്ല. വൈറ്റ് ജ്യൂസും ബ്ലാക്ക് ജ്യൂസും സെമിറ്റിക് ജ്യൂസും 3 ഈ യുദ്ധം ഹമാസ് ഉണ്ടാക്കിയതല്ല. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് പാലസ്തീനികളായ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടത് 27,000 പേരാണ്. 2014 to 2023 കണക്കുണ്ട് നമ്മുടെ. മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടത് 27,000. തിരിച്ച് ഹമാസ് അങ്ങോട്ട് ആക്രമിച്ചപ്പോൾ മരിച്ച ഇസ്രായേലികൾ യഹൂദന്മാർ 1200 യഹൂദന്മാർ കൊല്ലപ്പെട്ടു. 27,000 മുസ്ലിങ്ങൾ അറബികൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 27,000 പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ 1300 പേരെ ചത്താൽ ടെററിസം, 27,000 പേരെ കൊന്നാൽ
അതൊക്കെ ഞങ്ങളുടെ സെൽഫ് ഡിഫെൻസ്. ഇതാണ് ഇപ്പോഴത്തെ ന്യായം. അതുകൊണ്ട് പദ്ധതി കാണുന്നത് വിഴുങ്ങി കളയരുത്. സത്യം സത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾ കഴിഞ്ഞിരിക്കണം. സത്യം. ഞാൻ യഹൂദന്മാർ വലിയൊരു ആരാധകനാണ്. ലോകചരിത്രത്തെ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി മോസസ് വന്നപ്പം അതൊരു യഹൂദനാണ്. ഞങ്ങളുടെ ക്രൈസ്തവ സഭ സ്ഥാപിക്കാൻ വേണ്ടി യേശുക്രിസ്തു വന്നപ്പം അദ്ദേഹം യഹൂദനാണ്. യേശുക്രിസ്തു ഞങ്ങളുടെ ആദിമ ശിഷ്യന്മാരെല്ലാം യഹൂദന്മാരാണ് കംപ്ലീറ്റ്. പിന്നെ ലോകചരിത്രം മാറ്റാൻ വേണ്ടി വന്നപ്പം പ്രണാമ സിദ്ധാന്തത്തിലേക്ക് ചാൾസ് ഡാർവിൻ മറ്റൊരു യഹൂദനാണ്. E=mc² ഉണ്ടാക്കി ഫിസിക്സിനെ വേണ്ടി മാറ്റിമറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ വന്നപ്പോൾ അയാളൊരു യഹൂദനാണ്. എക്കണോമിക്സോട് മാറ്റിമറിക്കാൻ സമൂഹം വന്നപ്പോൾ അയാളൊരു യഹൂദനാണ്. സൈക്കോളജിയിലെ പ്രസിദ്ധനായ സിഗ്മണ്ട് ഫ്രോയിഡ് വേറൊരു യഹൂദനാണ്. നോബൽ സമ്മാനം കിട്ടിയ നോബൽ സമ്മാനം കിട്ടിയതിനകത്ത് 20% പേര് 1/5 ആളുകൾ യഹൂദന്മാരാണ്. സ്വീഡിഷ് അക്കാദമിയെ കൺട്രോൾ ചെയ്യുന്ന യഹൂദന്മാരാണ്. ആർക്ക് നോബൽ സമ്മാനം കൊടുക്കണം തീരുമാനിക്കുന്ന യഹൂദനാണ്. അത് വേറെ കാര്യം, വളരെ സത്യമായ കാര്യമാണ്. അതുകൊണ്ട് യഹൂദന്മാരുടെ നമുക്ക് വലിയ ബഹുമാനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സിറിയയിലോട്ട് ഓടുന്ന കുറച്ച് യഹൂദ രക്തമുണ്ട്. ഒരു യഹൂദനായ ഒരു ഡച്ച് പട്ടാള ഉദ്യോഗസ്ഥൻ കുളച്ചിൽ യുദ്ധത്തിൻ്റെ സമയത്ത് ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നു 30 പേരുടെ സൈന്യമായിട്ട്. അവിടെ വന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള ചക്കട്ടടുത്ത് ഒരു സുന്ദരി പെണ്ണിനെ കണ്ടപ്പോൾ ഈ ഡച്ചുകാരനായ പട്ടാളക്കാരന് ഭയങ്കര ആകർഷണം. അപ്പോൾ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ അപ്പം പറഞ്ഞു, നിങ്ങൾ ജോലി രാജിച്ചോടെ താമസിക്കാമെങ്കിൽ സമ്മതിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ യഹൂദനായ ഡച്ചുകാരൻ ഞങ്ങളുടെ നാട്ടിലെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ആ പെൺകുട്ടിയിൽ ഈ യഹൂദനുണ്ടായ മകനാണ് ഇട്ടിത്തമ്മൻ തറയൻ. ആ ഇട്ടിത്തമ്മൻ്റെ മകളാണ് എൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സ് ഗ്രാൻഡ് മദർ. എൻ്റെ രക്തത്തിൽ ഇപ്പോൾ യഹൂദൻ്റെ രക്തം ഓടുന്നുണ്ട്. ഞാൻ യഹൂദനോട് വലിയ ആരാധനയുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ നിങ്ങളോട് ചരിത്രം പറയുമ്പോൾ സത്യം പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ യഹൂദനോട് ആരാധനയുള്ള എൻ്റെ രക്തത്തിൽ യഹൂദൻ്റെ DNA ഉള്ള ഞാൻ സത്യം നിങ്ങളോട് പറയുന്നത് എനിക്ക് യഹൂദപരമായിട്ടല്ല. പരിസര പ്രവാചകനെയും ഇസ്ലാമിക ലോകത്തിനുണ്ടാക്കിയ വലിയ മാറ്റത്തെ പറ്റിയും പറയുമ്പോൾ എനിക്ക് 10 നാവുണ്ടാവും. കാരണം എനിക്ക് പ്രവാചകൻ്റെ ആ ലോകചരിത്രം മാറ്റിമറിച്ച അത്ഭുതം എന്നെ അത്ഭുതം കൂറുന്ന കണ്ണുകളോട് ഞാൻ കാണുന്നൊരു കാര്യമാണ്. ആ യഹൂദൻ്റെ വളർച്ചയിൽ ഇന്ത്യക്കാരായി നമ്മൾ ജെറുസലേം ദേവാലയം പണിഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വായിക്കുമ്പം ഒരു ഭാരതീയനായി എനിക്ക് അതിൽ വലിയ അഭിമാനമുണ്ട്. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായവും വ്യക്തിപരമായ ബന്ധങ്ങളും ഒരു വശത്ത് വെച്ചേക്കണം. ചരിത്രം പഠിക്കുമ്പോൾ സത്യസന്ധമായി ആ ചരിത്രം പഠിക്കാൻ ശ്രദ്ധിച്ചിരിക്കണം. അതുകൊണ്ട് ഇസ്രായേൽ പാലസ്തീൻ്റെ യുദ്ധത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. ഇത് മുസ്ലിം യഹൂദൻ തമ്മിൽ യുദ്ധമേ അല്ല. അമേരിക്കൻ സാമ്രാജ്യത്തിന് വേണ്ടി അറബികളെയും യഹൂദന്മാരെയും തമ്മിലടിപ്പിച്ച് അതിൽ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നത് അമേരിക്കയുടെ സാമ്രാജ്യത്വമാണ്. മരിക്കുന്നത് യഹൂദനും അറബികളുമാണ്. രണ്ടുപേരും അബ്രഹാമിൻ്റെ സന്ധി പരമ്പരയിൽപ്പെട്ട ഇസ്മായിലിൻ്റെ ഇസാഹക്കിൻ്റെ സന്ധി പരമ്പരയിൽപ്പെട്ടവരാണ്. ഏകോദര സഹോദരങ്ങളായ യഹൂദനും മുസ്ലിം തമ്മിൽ യുദ്ധം പാടില്ല. ആരുടെ രക്തം വീണാലും അത് മനുഷ്യരാശിയുടെ ശത്രു. പ്രവാചകൻ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പോലെ ആരുടെ രക്തം വീണാലും അത് മനുഷ്യരാശിക്കെതിരെ ചെയ്യുന്ന പാപമാണ്. അതുകൊണ്ട് ഈ യുദ്ധം ഒഴിവാക്കാൻ നമ്മൾ യഹൂദനും മുസ്ലിമും ക്രിസ്ത്യാനിയും ഏകോദര സഹോദരങ്ങളോട് ജീവിക്കേണ്ടത് ഈ ലോകത്തിൻ്റെ ഈ നൂറ്റാണ്ടിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് പാലസ്തീനിൽ നടക്കുന്ന കൂട്ടക്കൊലയെ ഫലസിക്കുകയും അവിടെ സമാധാനം നിലപ്പാക്കാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും എതിരുണ്ടെങ്കിൽ എന്നോട് ദേഷ്യമൊന്നും പാടില്ല. ഞാൻ സത്യം പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. നമസ്കാരം.